എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം ഹൈ കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ് മാറ്റാം മരുന്ന് ഇല്ലാതെ എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ആണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് കൊളസ്ട്രോളിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ. ഈ കൊളസ്ട്രോള് നമ്മൾ ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ശരീരത്തിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ടോ നമ്മളുടെ ഉള്ളിൽ കൊളസ്ട്രോൾ അമിതമായിട്ടുണ്ടെന്ന്? കൊളസ്ട്രോൾ അമിതമായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ബേസിക്കലി നമുക്ക് പുറമേ നിന്ന് നോക്കി അറിയുന്നത് ഈ കണ്ണിന് ചുറ്റുമൊക്കെ ആയിട്ട് ഈ കൊളസ്ട്രോൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് സ്കിന്നിനടിയിൽ കൊളസ്ട്രോൾ മഞ്ഞ നിറത്തിൽ അടിയുന്ന ഇത് വരാം. പിന്നെ കണ്ണിന് ചുറ്റും ഒരു കണ്ണിന്റെ ഈ കൃഷ്ണമണിക്ക് കറുത്ത ഭാഗം ഉണ്ടല്ലോ, കൺജങ്ക്റ്റീവയും ആ വെളുത്തതും കറുത്തതും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഭാഗം, അതിന്റെ ചുറ്റിലും ആ ഭാഗത്തും ഒരു വൈറ്റ് വെള്ള നിറത്തിലുള്ളൊരു കറിഞ്ഞ പോലെ വരാം. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളിപ്പോ ചിലപ്പോൾ ഒഫ്താൽമോളജിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പറയും, പലപ്പോഴും പറയാറുണ്ട് ആരുടെയും അങ്ങനെ കാണുമ്പോൾ ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണമെന്ന്. അതുപോലെ ഈ സ്കിന്നിനടിയിൽ വന്നാൽ നമുക്ക് എവിടെ ഉണ്ട്, പ്രത്യേകിച്ച് കണ്ണിന്റെ ചുറ്റുമുള്ള സ്കിന്നാണല്ലോ ഏറ്റവും തിന്നായിട്ടുള്ളത്. ഈ രണ്ട് സിംറ്റംസ് വെച്ചാണ് നമുക്ക് കൊളസ്ട്രോൾ കൂടുതലാണെന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റുക. ഇത് ചിലർ പറയും തരിപ്പും പെരുപ്പും ഒക്കെ വരുമ്പോൾ പോയി കൊളസ്ട്രോൾ നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും. അത് പെട്ടെന്ന് കൊളസ്ട്രോൾ കൂടിയതുകൊണ്ട് വന്നിരിക്കുന്നതല്ല, അത് ഓൾറെഡി നമ്മളുടെ രക്തക്കുഴലുകൾക്കൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൊണ്ട് വരാം. അല്ലാതെ നമ്മൾ ഒരു പെട്ടെന്ന് ഇച്ചിരി കൊളസ്ട്രോൾ കൂടിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു തരിപ്പോ പെയിനോ ഒന്നും വരികയില്ല. അത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്ന് ഉണ്ടാകുന്നതാണ് അങ്ങനത്തെ ഇതൊക്കെ വരുന്നത്. പക്ഷെ ബേസിക്കലി ഈ കണ്ണിനടിയിലും ഈ ത്വക്കിനടിയിലുള്ള കൊളസ്ട്രോൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും, കണ്ണിന് ചുറ്റും വെച്ചും പറയാൻ പറ്റും. ഇപ്പൊ ഈ പലപ്പോഴും ഈ കൊളസ്ട്രോൾ കൂടുതലായതുകൊണ്ട് അത് നമ്മൾക്ക് ഉപദ്രവമാവും. അതേസമയം കൊളസ്ട്രോൾ ഒരു ആവശ്യമുള്ള കാര്യമാണ് എന്നും അത് വളരെ ആവശ്യമുള്ളതാണ്, നമ്മളുടെ ഹോർമോൺസോ അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങൾക്കും കൊളസ്ട്രോൾ ആവശ്യമാണ് എന്നുള്ളതും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ നമ്മൾ നിയന്ത്രിക്കുക, ഇപ്പൊ ആവശ്യമുള്ള ഒരു ഘടകം കൂടെ ആയിരിക്കുമ്പോൾ? കൊളസ്ട്രോൾ നമ്മളുടെ ബോഡിയിൽ വരുന്നത്, നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ സെൽസിനും കൊളസ്ട്രോൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ബോഡിയിൽ എല്ലാത്തിൻ്റെയും ഉണ്ടാക്കൽ നടക്കുന്നത് കൂടുതലും ലിവറിലാണ്. അപ്പൊ ലിവറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഈ കൊളസ്ട്രോൾ വെച്ചിട്ടാണ് നമ്മളുടെ ഓരോ സെല്ലിന്റെ സെൽ വോളും സെൽ മെമ്മറിയും, സെൽ വോള് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഒരു സെല്ലെന്ന് പറഞ്ഞാൽ അതിനെ പുറമേ ഒരു ഇതുണ്ട്, പിന്നെ അതിനകത്ത് കുറേ ഓർഗനൽസ് ഉണ്ട്, ഒന്നും രണ്ടുമല്ല, സോ മെനി ഓർഗനൽസ്, ഈവൻ ദ ന്യൂക്ലിയസ് എല്ലാം കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഫാറ്റി ആസിഡ് ബൈലെയർ എന്ന് പറയും. ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കൊളസ്ട്രോൾ ആണ് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെലിറ്റൻ പോലെ വർക്ക് ചെയ്യുന്നത്. ആ സെല്ലിൻ്റെ ഒരു ഇപ്പം പ്ലാന്റ് ചെടികളുടെ സെല്ലിൽ നമ്മൾ പറയും സെല്ലുലോസ്, അതിന് വേറൊരു സെൽ വോളാണ്. അതിന് പകരം നമുക്ക് സെൽ വോളില്ല, പക്ഷെ ആ സെല്ലുലാർ മെംബ്രെയിനിന് തന്നെ ഒരു കൺസിസ്റ്റൻസി കൊടുക്കാനുള്ളതാണ് കൊളസ്ട്രോൾ ഒന്ന്. അതായത് ഒരു ബോഡി ബിൽഡിംഗ് ഫാക്ടറാണ് എന്ന് പറയാം. പിന്നെ ഉള്ളത് കൊളസ്ട്രോളിൻ്റെ അഡീഷണൽ ഫങ്ഷൻസ് വരുമ്പോൾ നമ്മൾ പല സാധനങ്ങളും നമുക്ക് ബോഡിക്ക് വേണ്ട ഏറ്റവും പ്രധാനം ഹോർമോൺസ്, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിൽ അതെല്ലാം കൊളസ്ട്രോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈവൻ വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. അങ്ങനെ പല ഐറ്റംസ്, കോഎൻസൈം, ക്യൂറ്റൻ, മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്. പലതും നമുക്ക് ഇന്നും അറിയാൻ മേലാത്ത പലതും കൂടെ ഉണ്ടാവുമെന്ന് കൂട്ടിക്കൊള്ളണം. നമുക്ക് നമ്മുടെ ബോഡിയെക്കുറിച്ചും നമ്മളുടെ ലൈഫ് സയൻസിനെ കുറിച്ചും അറിയാവുന്ന നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. അതിൽ തന്നെ ഒത്തിരി സാധനങ്ങൾക്ക് കൊളസ്ട്രോൾ വേണം. അപ്പം നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ കൊളസ്ട്രോളിനെ ഉണ്ടാക്കുന്ന അസറ്റൈൽ കോളിൻ, നമ്മളുടെ ഈവൻ കാർബോഹൈഡ്രേറ്റിൽ നിന്നും മറ്റ് ഫാറ്റിൽ നിന്നും ഒക്കെ കൊളസ്ട്രോൾ ഉണ്ടാക്കാം.
അപ്പൊ അതിന്റെ പ്രോസസ്സിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. അതായത് അതിന്റെ ഒരു എല്ലാത്തിനും എൻസൈംസ് വേണം. അപ്പൊ ആ ഓരോ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ അങ്ങ് നിൽക്കും. അപ്പം പ്രൊഡക്ഷൻ നിർത്തി കളയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പല ആവശ്യത്തിനും കിട്ടാതെ വരും. പിന്നെ അതുപോലെ ഇവൻ ഡൈജഷൻ ഉപയോഗിക്കുന്ന ബൈൽ ആസിഡ്സ് എന്ന് പറഞ്ഞ നമ്മളുടെ ഈ പിത്തരസം ഉണ്ടാക്കാൻ അതിനും കൊളസ്ട്രോൾ വേണം. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് കൊളസ്ട്രോൾ വേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ മരുന്ന് കഴിച്ച് കൊളസ്ട്രോൾ പെട്ടെന്ന് കുറയും. മരുന്നിപ്പം സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽ പെട്ട മരുന്നാണ് അറ്റോവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ, ഇത്തരം മരുന്നുകളാണ്. ഇതെല്ലാം ഒരേപോലെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബ്ലോക്ക് വരുന്നതുകൊണ്ട് തന്നെയാണ് ഇത് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ സ്റ്റാറ്റിന്റെ ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. പക്ഷെ മസിലിന് ഡാമേജ് വരും, റബ്ഡോമയോലൈസിസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ വളരെ റെയർ ആയിട്ടാണ് കാണാറുണ്ട്. ഈ സ്റ്റാറ്റിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ മയോപ്പതി വന്നിട്ടുള്ളവരെ കാണാറുണ്ട്, റെയർലി കാണാറുണ്ട് അങ്ങനെ. അതുപോലെ നമ്മുടെ മെമ്മറി കുറഞ്ഞു, നമ്മുടെ ബ്രെയിനിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിന്റെ നമ്മൾ മസിൽ വെച്ചല്ലല്ലോ, ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ കൊഴുപ്പാണ് ഒരു നല്ല ഭാഗം. അതിനകത്ത് കൊളസ്ട്രോൾ അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ് മസിലിന്റെ, ബ്രെയിനിന്റെ, നെർവ്സിന്റെ ഇതില്. അപ്പൊ അതിലും കുറവ് വരും. അപ്പൊ നമ്മൾ ഈ കൊളസ്ട്രോളിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ മെമ്മറി കുറയും. അത് നമ്മൾ സെൽഫ് ശ്രദ്ധിച്ചാൽ മതി. കൊളസ്ട്രോൾ കഴിക്കുന്നവര് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർ ശ്രദ്ധിക്കാതെ മെമ്മറി കുറയുന്നുണ്ടോന്ന്. ഈവൻ പ്രത്യേകിച്ച് ഷോർട്ട് ടൈം മെമ്മറി ഒക്കെയാണ് പലർക്കും ഫാസ്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ കുറച്ച് നാൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന നമ്മളൊരു ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് ആരാന്ന് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഷോർട്ട് ടൈം മെമ്മറി, അല്ലെ രാവിലെ എന്താ കഴിച്ചതൊന്ന് ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ കിട്ടാതെ വരും. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിനെ ഈ കൊളസ്ട്രോൾ മെഡിസിൻ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മസിലിനെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദന, മസിൽ ഒരു വീക്ക്നെസ്സും, പിന്നെ അതൊരു സിവിയർ ഫോമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു പ്രോബ്ലംസും വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു മെറ്റബോളിക് സിൻഡ്രോമിന്റെ പാർട്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് മരുന്ന് കഴിച്ചല്ല, നമ്മളത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമാണ്, മെറ്റബോളിസത്തിന് വരുന്ന എററാണ്. അതെന്താന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഈ കൊളസ്ട്രോള് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുതിർന്നവർക്ക് ആണ് കൂടുതൽ വരിക എന്നുള്ളതാണ്. പക്ഷെ എന്നാലും പിള്ളേരിലും കൊളസ്ട്രോള് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലായിട്ട് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അതേസമയം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഈ പിള്ളേരിൽ ഇങ്ങനെ കൊളസ്ട്രോൾ അമിതമായിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ വല്ലതും അറിയാനുണ്ടോ? പണ്ടൊന്നും നമ്മൾ പിള്ളേരിലൊന്നും കൊളസ്ട്രോൾ അങ്ങനെ കാണാറേ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വല്ല ഒബീസ് പിള്ളേർ, അത് വളരെ റെയർ ആയിട്ട് എന്തെങ്കിലും സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്ന പിള്ളേരിലും ഒക്കെ കാണാറുള്ളൂ. ഇപ്പം പക്ഷെ വളരെ കോമൺ ആയിരിക്കുക. കാരണം പല ജീവിതശൈലി രോഗങ്ങളും പണ്ട് കുട്ടികളിലൊന്നും കാണാത്തത് ഇന്ന് കാണുകയാണ്. പ്രത്യേകിച്ച് ഈ തൈറോയ്ഡ്, ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരുടെ കൊളസ്ട്രോൾ കൂടും. കാരണം അവിടെ ഒരു മെറ്റബോളിക് എററാണ് വരുന്നത്. നമ്മുടെ മെറ്റബോളിസത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന അത് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. അപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺസിൽ വരുന്ന വേരിയേഷൻ നമ്മൾ മരുന്ന് കഴിച്ച് കറക്റ്റ് ചെയ്താൽ പോലും ആ മെറ്റബോളിക് എറർ സെൽഫിൽ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുന്നത് കാരണമാകണം കൊളസ്ട്രോൾ കൂടാം. അതുപോലെ ഇപ്പൊ നമുക്ക് 100 പേരിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി, നമുക്ക് ശരിക്കും സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ അടിക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലെ കൊളസ്ട്രോൾ വെച്ച് അത് വൈറ്റമിൻ ഡി ഉണ്ടാക്കും. പക്ഷെ ഇപ്പം നമ്മുടെ മേത്ത് സൂര്യപ്രകാശം അടിക്കുന്നില്ലാത്ത കാരണം നമ്മളുടെ വൈറ്റമിൻ ഡി ഉണ്ടാക്കലും നടക്കുന്നില്ല. വൈറ്റമിൻ ഡിയുടെ കുറവ് വരുമ്പോൾ നമ്മളുടെ ബോഡി കൊളസ്ട്രോൾ വെച്ച് വേണമല്ലോ വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ. നാച്ചുറലി എന്തിൻ്റെയും ഒരു കുറവുണ്ടെങ്കിൽ അതിൻ്റെ അസംസ്കൃത സാധനം, റോ മെറ്റീരിയൽ നമ്മുടെ ബോഡി ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് നമുക്കൊരു സെക്സ് ഹോർമോൺസിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും. അല്ലെങ്കിൽ സെക്സ് ഹോർമോണിന്റെ സിന്തസിസിൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടെ ഒരു മെറ്റബോളിക് എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കൊളസ്ട്രോൾ കൂടും. വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കാതെ വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും. അങ്ങനെ മൾട്ടിപ്പിൾ ഇതെല്ലാം മെറ്റബോളിസത്തിലുള്ള ബ്ലോക്ക് കൊണ്ട് വരുന്നതാണ്. അല്ലാതെ കൊളസ്ട്രോൾ അല്ല അവിടുത്തെ പ്രോബ്ലക്കാരൻ, കൊളസ്ട്രോൾ അല്ല, നമ്മളുടെ ബോഡിയുടെ അസുഖമാണ് കൊളസ്ട്രോൾ കൂട്ടുന്നത്. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. അപ്പം നമ്മളെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നോക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും വരുന്നില്ല. നേരെ മരുന്ന് കൊടുത്തിട്ട് കൊളസ്ട്രോളിന്റെ പ്രൊഡക്ഷൻ കുറച്ചാൽ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്നതിന് തുല്യമാണ്. അതായത്
നമ്മൾ ആ സാധനത്തിനെ ഇല്ലെന്നാക്കി, പക്ഷെ നമ്മുടെ പ്രോബ്ലം അവിടെ കിടക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസ് നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ്. ഈ എപ്പോഴും പറയുന്ന ഒരു കാര്യം ആണ്, ഡയബറ്റീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ BP ഉണ്ടെങ്കിലോ കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണ്? ശരി, ഡയബറ്റിസ് ഒരു മെറ്റബോളിസത്തിൽ വരുന്ന ഒരു എറർ കൊണ്ടാണ് ഡയബറ്റിസ് വരുന്നത്. ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അതിന് വേണ്ടതുപോലെ പ്രോസസ്സ് ചെയ്ത് നമ്മൾക്ക് വേണ്ട സാധനങ്ങളാക്കി മാറ്റാൻ ഒന്നെങ്കിൽ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ബോഡിക്ക്. ഇപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ബോഡിക്ക് ആവശ്യമില്ല കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ ഒന്നും വേണ്ട. അവിടെ ഓൾറെഡി എക്സസ്സാണ്. നമ്മൾ കൂടുതൽ കഴിക്കുന്നു, അതിനെ കൊണ്ട് ഫാറ്റാക്കി വെച്ചിട്ട് ഇനി പുതിയതുണ്ടാക്കാൻ പറ്റൂ. പിന്നെയും ഫാറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് കഴിയുമ്പം ഫാറ്റ് സെല്ല് പറയും ഞങ്ങൾ അങ്ങോട്ട് കയറ്റൂല എന്ന്. അതിനാണ് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. അപ്പോൾ അവിടെ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലുമായിരിക്കും. അപ്പോൾ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലാണ് കൊഴുപ്പിൻ്റെ. അപ്പോൾ ഈ മിക്കവാറും ഡയബറ്റിക് പേഷ്യൻറ്റിന് ഷുഗർ കൂടാൻ തുടങ്ങുന്നതിന് മുമ്പ് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടും. കൊളസ്ട്രോളിനേക്കാളും കൂടുതൽ ട്രൈഗ്ലിസറൈഡ്, അതാണ് കൊഴുപ്പായിട്ട് നടക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊഴുപ്പെന്ന് പറയുമ്പോൾ ഈ ട്രൈഗ്ലിസറൈഡിനെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ കൊളസ്ട്രോളും കൂടെ കൂടി ഒരു 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 ട്രക്കിനകത്ത് എല്ലാവരെയും കൂടെ കൊണ്ടുപോകാം. കൊഴുപ്പാണ് അതിനൊരു പ്രത്യേക, അതിനാണ് നമ്മൾ ഈ VLDL LDL എന്നൊക്കെ പറയുമല്ലോ. അത് അതിനെ രക്തത്തിൽ അലിയിക്കാനായിട്ടൊരു ഫോർമാറ്റായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ വരുന്ന വേരിയേഷൻ. അപ്പം കൊളസ്ട്രോളിനേക്കാളും നമ്മൾ കൊളസ്ട്രോളിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നതിൽ കാര്യമില്ല. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുമാണ്. ഇതിനെ ട്രാൻസ്പോർട്ടിങ് മീഡിയ ആക്കി എന്തൊക്കെ ടൈപ്പിലാണ്, എന്ത് വലിയ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ SDL LDL എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നത്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് മെറ്റബോളിക് എറർ ഉണ്ടെങ്കിലും ഏത് ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോഴും അതിൻ്റെ കൂടെ ഈ കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം ട്രൈഗ്ലിസറൈഡും മിക്കവാറും കൂടുതലായിരിക്കും. മിക്കവാറും പേർക്ക് കൊളസ്ട്രോളിനേക്കാളും കൂടുതൽ പലപ്പോഴും ട്രൈഗ്ലിസറൈഡും ഉണ്ടാവും. അപ്പം ഇത് കാരണമാണ് ഇതിങ്ങനെ കൂടി ഈ മെറ്റബോളിക് എറർ കാരണം ഈ രക്തത്തിൽ കൂടെ ഈ ഗ്ലൂക്കോസ് എക്സസ് നടക്കുന്നതും ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതൽ നടക്കുമ്പം ഈ രക്തക്കൊഴലുകൾക്കുള്ള ഡാമേജ് ഉണ്ടാകുന്ന ഡാമേജാണ് ഹൈപ്പർ ടെൻഷന് കാരണമാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഡാമേജ് തന്നെയാണ് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഡാമേജ് തന്നെയാണ് സ്ട്രോക്കിന് കാരണമാകുന്നത്. അതുപോലെ നമ്മളുടെ കാലുകളിലേക്കുള്ള രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുമ്പം കാലിന് അൾസർ വരാം, പരിപ്പ് വരാം, തരിപ്പ് വരാം. കൈക്കിലേക്കുള്ള രക്തക്കൊഴലുകൾക്ക് വരുമ്പോഴേക്കും ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരാനുള്ള കാരണം ഈ മെയിനായിട്ട് ഈ കൊളസ്ട്രോൾ കൂടുന്നതും ട്രൈഗ്ലിസറൈഡ് കൂടുന്നതും ഷുഗർ കൂടുന്നതുമാണ്. അപ്പം ഷുഗറും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് പിന്നെ അതിൻ്റെ കൂടെ BP കൂടെ കൂടുമ്പോഴേക്കും പിന്നെ അത് എക്സസ് ആകുകയാണ് ഇന്ന്. ഇതില്ലാതെ ആർക്കും തന്നെ, ഇതൊന്നും ഇല്ലാത്ത ആർക്കും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒന്നും വരുന്നില്ല. അങ്ങനെ വരണമെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് വല്ലോ ബ്ലഡ് ക്ലോട്ടൊക്കെ ഉണ്ടായിട്ട് വരണം. അല്ലാതെ ഒരു കാരണമില്ലാതെ ആർക്കും ഒരസുഖവും വരികയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ BPയും ഡയബറ്റീസും കിഡ്നി പ്രോബ്ലം അങ്ങനത്തെ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ള പോലെ തന്നെ ഈ മറുവശത്ത് ഈ BPക്ക് കൊടുക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് പോലത്തെ മരുന്നുകൾ തന്നെ ഈ കൊളസ്ട്രോള് കൂട്ടുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കുക? ബീറ്റ ബ്ലോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ എഡ്രിനാൽ എന്നൊക്കെ പറയുന്ന ബേസിക്കലി ഒരു ഹോർമോണാണത്. അതിന് ആൽഫ റിസപ്റ്റേഴ്സിൽ ആക്ഷൻ ഉണ്ട്, ബീറ്റ റിസപ്റ്റേഴ്സിൽ ആക്ഷൻ ഉണ്ട്, ആൽഫ 1 ഉണ്ട്, B2 ഉണ്ട്, അതേ മൾട്ടിപ്പിൾ ഉണ്ട്. കാലം ചെല്ലുന്തോറും അതിൻ്റെ കൂടുതൽ ഫോമാറ്റ്സിനെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മരുന്ന് പോയി രക്തക്കൊഴലിൽ ബീറ്റ ബ്ലോക്കർ എന്ന് പറഞ്ഞ് ബീറ്റ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ രക്തക്കൊഴലുകൾ ഇച്ചിരി ഒന്ന് വികസിക്കും. അത് ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബീറ്റ ബ്ലോക്കർ
അങ്ങനെ ഇതെല്ലാം ഇന്റർ കണക്ട് ചെയ്താണ്. അപ്പൊ നമ്മളുടെ രക്തക്കുഴലുകളിൽ വരുമ്പം നമുക്ക് രക്തക്കുഴലുകളെ വികസിപ്പിച്ച് ബി പി കുറയ്ക്കുക, അല്ലെങ്കിൽ ഹാർട്ടിലെ ബീറ്റ റിസപ്റ്റേഴ്സിന് ഈ ഹോർമോൺ ആക്ട് ചെയ്യുമ്പം അത് കൺട്രാക്ഷൻ കൂട്ടുമായിരിക്കും ചെയ്യുന്നത്. അഡ്രിനാലിൻ നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പം സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു മറ്റേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതായത് എതിർത്ത് നിൽക്കണോ അതോ ഓടി രക്ഷപ്പെടണോ, ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഹോർമോണാണത്. അത് നമുക്ക് എപ്പോഴും ടെൻഷൻ ഉള്ളവർക്ക് അതിൻ്റെ അളവ് എപ്പോഴും കൂടിയിരിക്കും. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്ത് ഹാർട്ടിന്റെ ബീറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ ബി പി കുറയ്ക്കുക. അതിന് നാച്ചുറലി നമുക്ക് ഓടാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യാനോ വേണ്ടിയിട്ടുള്ള നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബീറ്റ ബ്ലോക്കർ കൊടുക്കുന്നത്. അപ്പൊ ആ ബീറ്റ ബ്ലോക്കർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാർട്ടിനെ ആക്ട് ചെയ്ത് ഹാർട്ടിന്റെ പമ്പിങ് കൂടാൻ സമ്മതിക്കാതിരിക്കുക, അതുപോലെ രക്തക്കുഴലുകളെ വികസിപ്പിച്ച് ബി പി കൂടാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ആ സെയിം സാധനത്തിന് ലങ്സിൽ വേറെ ഫങ്ഷനാണ്. ലങ്സിലെ ഇതിലേക്ക് വരുമ്പോഴേക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ചില ഇങ്ങനത്തെ ബീറ്റ ബ്ലോക്കേഴ്സ് ആസ്മയുള്ളവർക്ക് ചിലപ്പം ശ്വാസമുട്ടൽ ആസ്മ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ സൈക്യാട്രിക് പ്രോബ്ലം ഉള്ളവർക്ക്. കാരണം ഈ ഇത്തരം റിസപ്റ്റേഴ്സ് നമുക്ക് ഹാർട്ടിലോ രക്തക്കുഴലുകളിലോ മാത്രമല്ല, നമ്മളുടെ മസിലിലുണ്ട്, നമ്മളുടെ ലങ്സിലുണ്ടാവും, നമ്മുടെ ബ്രെയിനിലുണ്ടാവും. പക്ഷെ അവിടുത്തെ ആക്ഷൻ വേറെ രീതിയിലായിരിക്കും. അപ്പൊ ഒരിടത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോൾ അത് മറ്റൊരു രീതിയിൽ മറ്റൊരിടത്ത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. ഇങ്ങനെയാണ് മരുന്നുകളെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി എല്ലാ മരുന്നുകൾക്കും അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. കാരണം അത് എന്തെങ്കിലും മെറ്റബോളിക് ആക്ടിവിറ്റിയെ ബ്ലോക്ക് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വേറൊരു സ്ഥലത്തെ വേറൊരു ഓർഗൻ ആയിരിക്കും അതിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കാണാറുണ്ട് ബേസിക്കലി ഈ മരുന്നുകളെല്ലാം ആക്ട് ചെയ്യുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു omega-3 omega-6 ഒരു ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതിൽ തന്നെ omega-6ന്റെ ഒരു അരക്കിഡോണിക് ആസിഡ് ഉണ്ട്. omega-3 എന്നുള്ള EPA-DHA എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ ഈ മീൻ ഗുളിയൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് EPA-DHA ഒക്കെയാണുള്ളത്. അപ്പൊ അത് കൂടുതലുണ്ടെങ്കിൽ ഹാർട്ടിന് നല്ലതെന്നൊക്കെ നമ്മൾ പറയും എല്ലാ രോഗങ്ങൾക്കും. നമുക്ക് പറയാറുണ്ട് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് നല്ലതാണ്, ഹാർട്ടിനുള്ളവർക്ക് നല്ലതാണോ omega-3 കഴിച്ചാലെന്ന് പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഈ അരക്കിഡോണിക് ആസിഡ് പാത്വേ, അതായത് omega-6ന്റെ പാത്വേയില് ചില എൻസൈംസിലെ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഫൈനലി വരുമ്പോഴേക്കും ചെയ്യുന്നത്. അത് ഹാർട്ടിൽ ബ്ലോക്ക് ചെയ്താൽ ഒരു ആക്ഷൻ ആയിരിക്കും, ലങ്സിൽ ബ്ലോക്ക് ചെയ്താൽ വേറൊരു ആക്ഷൻ ആയിരിക്കും, ബ്രെയിനിൽ ബ്ലോക്ക് ചെയ്താൽ വേറൊരു ആക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലംസ്, നമുക്ക് സൈഡ് എഫക്റ്റ് കയറി വരുന്നത്. അതാണ് ചില ഹാർട്ടിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് ചില പെയിൻ കില്ലേഴ്സ് വെരി ഇഫക്റ്റീവാണ് ആർത്രൈറ്റിസിന്. അത് ലോങ് ടൈം എടുത്തു കഴിയുമ്പോൾ അത് ഹാർട്ടിന് പ്രോബ്ലം വരാം, കാർഡിയാക് റിസ്ക് കൂടും. അതുപോലെ ചില ഡയബറ്റിക് മെഡിസിൻസ് കൂടുതൽ നാൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹാർട്ടിന് പ്രോബ്ലം വരുന്നതായിട്ട് കാണും, ഹാർട്ട് അറ്റാക്കിന് ചാൻസ് കൂടും. സോ ഇതെല്ലാം ഇങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിടത്തെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ മരുന്നെടുത്താൽ അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നമ്മളുടെ ബോഡി എല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒന്നിനെയും ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾക്കിപ്പം ഷോർട്ട് ടൈമിനൊരു പെട്ടെന്നൊരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഫ്യൂ ഡേയ്സിനൊന്നും മരുന്നെടുത്തുന്നത് കുഴപ്പം വരികയില്ല. അപ്പോഴത്തെ നമുക്ക് ഒരു ടൈം കിട്ടി മറ്റുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ലോങ് ടൈം ഇങ്ങനത്തെ മരുന്നുകൾ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി സൈഡ് എഫക്റ്റ് വരും, ഒന്നല്ലെങ്കിൽ വേറൊരു. അതാണല്ലോ ഇപ്പോഴും ജീവിതശൈലി രോഗത്തിന് മരുന്ന് കഴിക്കാൻ തുടങ്ങും, ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോന്നിൻ്റെ മരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പം മരുന്ന് കഴിച്ച് നമ്മൾ രോഗം മാറ്റുന്നില്ലല്ലോ, നമ്മൾ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അത് പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. അത് ഇത്രയും കാലം കൊണ്ട് നമുക്ക് എല്ലാവർക്കും എവിഡൻ്റ് ആയിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു ജീവിതശൈലി രോഗവും നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ പലപ്പോഴും കുറച്ച് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഈ ആർത്രൈറ്റിസ്, അതുപോലെ ലൂപ്പസ്. അങ്ങനത്തെ അസുഖങ്ങൾക്ക് ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റെറോയിഡ്സിൻ്റെ ഒക്കെ ഒരു പാർട്ട്. അപ്പം ഈ മരുന്നുകളും ഇതേപോലെ ഈ ആൻറ്റി ഇൻഫ്ലമേഷൻ മരുന്നുകളാണ്. പക്ഷെ ഇതും ഈ കൊളസ്ട്രോള്
കൂട്ടും എന്നാണ് കേട്ടേക്കുന്നത്. അത് ഈ ആൻറ്റി ഇൻഫ്ലമേഷൻ മരുന്നുകൾ കൊളസ്ട്രോള് കൂട്ടുന്നത് എങ്ങനെയാണ്? ഫൈനലി നമ്മളുടെ ബോഡിയുടെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും കൺട്രോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ്. ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഈവൻ നമ്മളുടെ ഗ്രോത്ത്, ഈവൻ പ്രഗ്നൻസിയിലെ സമയത്തെ കൊച്ചിൻ്റെ ഗ്രോത്ത് മാത്രമല്ല, ഈവൻ ഡെലിവറി, ഇത് മുഴുവൻ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, എല്ലാത്തിൻ്റെയും കൺട്രോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് ഫൈനലി വരുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ omega-3 omega-6 എന്ന് പറഞ്ഞ ഫാറ്റി ആസിഡ്സ് ആണ്. അതിൽ ഹയർ എൻഡ് ഫാറ്റി ആസിഡ്സ് ഈ അരക്കിഡോണിക് ആസിഡ് അതിൻ്റെ ഡെറിവേറ്റീവ്സ് വരെ, അരക്കിഡോണിക് ആസിഡ് പാത്വേ, അതൊക്കെയാണ് ഇപ്പം ലേറ്റസ്റ്റ് സയൻസിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റും നമ്മുടെ ഇതും അതാണ്. അരക്കിഡോണിക് ആസിഡ് പാത്വേയും അതുപോലെ തന്നെ 20 കാർബൺ, അതായത് 20 കാർബൺ എന്ന് പറയുന്നത് നമ്മളുടെ ആ കാർബൺ ആറ്റംസിൻ്റെ നമ്പറാണ്. അപ്പോൾ അതുപോലെ അതിനൊപ്പം തന്നെ ഉള്ളതാണ് ഈ omega-3, ഈ DPA-EH. അത് രണ്ടും പാരലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. omega-6 അല്ല, അരക്കിഡോണിക് ആസിഡ് ഇൻഫ്ലമേറ്ററിയാണ്, അത് നമ്മളുടെ പ്രതിരോധമാണ്. omega-3യും EPA-യും DHA-യും അതിൻ്റെ ഹൈറൻസൊക്കെ അതിൻ്റെ ഹീലിംഗ് ആണ്, ഓർ റിപ്പയർ ആണ്. അപ്പം ഇത് രണ്ടും ഒരു ബാലൻസിലാണ് പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. അപ്പം നമ്മൾ ഇൻഫ്ലമേഷൻ വന്നു, വേദന വന്നു, ഇൻഫ്ലമേഷനാണ്, അല്ലെ രക്തം കട്ടയാവുന്നു. അപ്പം അതാണല്ലോ ഹാർട്ടിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നത്. രക്തം കട്ടയാക്കാനായിട്ടുള്ളത് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്ന് കഴിക്കുന്നു, ആസ്പിരിനൊക്കെ. ഇതൊക്കെ അരക്കിഡോണിക് ആസിഡ് പാത്വേ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ബ്ലോക്ക് ചെയ്യുകയാണ്. പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് എല്ലാ അസ്വസ്ഥതകളും, പനി, വേദന, ചോപ്പ്, തടിപ്പ്, ചൊറിച്ചിൽ, ഇതെല്ലാം രോഗം ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ അരക്കിഡോണിക് ആസിഡ് പാത്വേ എന്ന് വരുന്ന കുറേ കെമിക്കലുകൾ വെച്ചാൽ. അപ്പം നമ്മൾ രോഗത്തിൻ്റെ ഭാഗമായിട്ട് അസ്വസ്ഥത മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നാണ് തരുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ വേറൊരു തലത്തിൽ ഇതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് എല്ലാ മരുന്നും ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇത് രണ്ടും പാരലൽ വർക്ക് ചെയ്യുന്നത്, ഒരേ എൻസൈംസ് ആണ് രണ്ടിടത്തും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട്, അതായത് ഇൻഫ്ലമേഷൻ്റെ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു മരുന്ന് എടുക്കുമ്പോൾ ഹീലിങ്ങിൻ്റെ മെക്കാനിസത്തെയും കൂടെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പം അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും നമ്മൾ ഈ ഇതിലേക്ക് വരാൻ തിങ്ക് ചെയ്തത് തന്നെ ആ രീതിയിലാണ്. നമ്മളുടെ ഓൾമോസ്റ്റ് ഓൾ ദ മോഡേൺ മെഡിസിൻസ് ഈസ് വർക്കിംഗ് ഓൺ ദിസ് പാത്വേ. അപ്പം നമ്മൾ ഈ ഹൈ ആണ് നമ്മളുടെ ഇപ്പോഴത്തെ omega-6 കൺസംഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അമേരിക്കയിലൊക്കെ സ്റ്റഡീസ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ omega-3 omega-6 1:1 ആയിരിക്കണം, എന്നാലാണ് ഈ ബാലൻസ് നടക്കുന്നത്. അപ്പം അതില്ലാതെ നമ്മളിപ്പോൾ 1:40 ഒക്കെ, omega-3 വെരി ലോ ആണ് ഈ പ്രോസസ്സിങ് ഓഫ് ഫുഡും ഇത് വന്നപ്പോൾ. omega-6 വെരി ഹൈ ആണ്, കാരണം നമ്മൾ ഈ നട്ട്സും വെജിറ്റബിൾ ഓയിൽസിലും ഒക്കെ omega-6 വെരി ഹൈ ആണ്. അപ്പം നമ്മൾ നമ്മൾ ഒത്തിരി omega-6 കഴിക്കുകയും എന്നിട്ട് ഈ omega-6നെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയധികം omega-6 കഴിക്കുന്നത് കാരണം നമുക്ക് ഈ 1-2 ഫിഷ് ലിവറോ ഫിഷ് ഓയിലോ അതിൻ്റെ ക്യാപ്സ്യൂളോ ഒന്നും കഴിച്ചാൽ ഇങ്ങ് എത്തുകയില്ല, അതിൻ്റെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം. അപ്പം അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഞാൻ ബേസിക്കലി അതാണ് ചെയ്യുന്നത്. അതിൽ ആ മെറ്റബോളിക്സം കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത്, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത്, കാരണം നമ്മുടെ ബോഡിയിലൊക്കെ ഒത്തിരി ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും അതാണല്ലോ ഇപ്പോഴത്തെ പ്രോബ്ലം. നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതനുസരിച്ച് മസിലും ബോണും കുറഞ്ഞിട്ടും ഉണ്ടാവും. അതേസമയത്ത് നമ്മൾ ഹൈ കാലറി ഡയറ്റ് കഴിക്കുന്ന കാരണം ഒത്തിരി കൂടിയിട്ടും ഉണ്ടാവും. ഈ കാലറി തന്നെ വന്നിരിക്കുന്ന ഫാറ്റും തന്നെ വന്നിരിക്കുന്ന നമ്മൾ വളരെ നല്ലതാണ്, ബദാമാണ് നല്ലതാണ്, കശുവണ്ടിയാണ് നല്ലതാണ്, അങ്ങനെ ഉള്ള നട്ട്സും ഇതും എല്ലാം കൂടെ കഴിച്ചിട്ട് വന്നായിരിക്കും. ഇങ്ങനത്തെ സസ്യ എണ്ണകളിലും ഇങ്ങനത്തെ നട്ട്സിലും എല്ലാം
വെരി ഹൈ ക്വാണ്ടിറ്റി omega-6 ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മളുടെ ബോഡിയിൽ എന്ത് സാധനം കൂടിയാലും അതൊരു ടോക്സിൻ പോലെയാണ്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ ഈ എക്സസ് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ ഫാറ്റിനെ കളയാതെ നമുക്ക് ഒരു രീതിയിലും ഇതിനകത്തുനിന്ന് മോചനം നേടാൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി ജീവിതശൈലി രോഗം മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞിരിക്കുന്ന ടോക്സിൻസ് കളയണം. അതിൽ ഏറ്റവും വലിയ ടോക്സിനായിട്ട് നിൽക്കുന്നത് നമ്മളുടെ കൊഴുപ്പ് തന്നെയാണ്. പക്ഷെ നമ്മളുടെ ആൾക്കാരുടെ നമ്മുടെ കൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുക. എല്ലാവർക്കും വണ്ണം ഒരു 10, 30, 40 കിലോ ഒക്കെ ഓവർ വെയിറ്റ് ഉള്ളവർ പോലും അവർ നോർമൽ ആണെന്നാണ് കരുതുന്നത്. ആ ഓക്സസ് ഉള്ള ഫാറ്റ് മുഴുവൻ ഫാറ്റാണ്. അപ്പൊ അത് പോകുമ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ പറയും ഇയ്യോ വെയിറ്റ് കുറഞ്ഞു പോയി, ഇനി കുറയ്ക്കരുത്. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പൊ ആ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഒരു അവയർനെസ് ഉണ്ടാകുന്നത്. ഒരാളുടെ ബോഡി എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. ഇപ്പൊ എല്ലാവർക്കും കുറച്ച് ഒരു 40 വയസ്സ് 30 വയസ്സൊക്കെ ആയ കുറച്ച് കുടവയറുണ്ടെങ്കിൽ മാത്രമേ ഭംഗിയുള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ണം വെക്കുന്ന അനുസരിച്ചാണ് ഇപ്പം ഈ ജീവിതശൈലി രോഗം വരുന്നത്. ഇപ്പം യുവർ ആസ്കിങ് മീ, കൊച്ചു കുട്ടികളിൽ കൊളസ്ട്രോൾ കൂടുന്നു. കൊച്ചു കുട്ടികൾക്കും ജീവിതശൈലി രോഗമാണ് വരുന്നത്. നമ്മൾ കാണുന്നത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ 60, 70 വയസ്സ് ഡയബറ്റിസ് വന്നവരുടെ അവരുടെ മക്കൾ വരുമ്പം മക്കൾക്ക് 40 വയസ്സിലോ 30 വയസ്സിലോ വന്നു. അവരുടെ കൊച്ചുമക്കൾക്ക് വരുമ്പോഴേക്കും 20, 25 വയസ്സിലോ ഇവൻ അതിനു മുമ്പോ വരുവാണ്. അപ്പം ഈ നമ്മളുടെ ജീവിതശൈലി ഒത്തിരി മാറി, ഫുഡ് ഒത്തിരി മാറി. അതനുസരിച്ച് നമ്മൾ വേണ്ട കറക്ഷൻസ് ചെയ്യും. ജീവിതശൈലി മാറുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നല്ല അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരുന്നു. ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണേ തന്നെ അതിനു വേണ്ടി തന്നെ എനർജി വേണമായിരുന്നു. കുറെ എഫേർട്ട് എടുത്തിട്ട് വേണമായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ. ഇപ്പം ജസ്റ്റ് ഫോണിൽ കുത്തിയ ഭക്ഷണം വരും. അപ്പൊ അതനുസരിച്ചപ്പം നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതൊരു ഡയബറ്റിക് പേഷ്യന്റിന്റെ ചോദ്യമാണ്. പക്ഷെ അതേസമയം കാലിന്റെ അടിയിൽ ഉള്ള വേദനയുടെ കാര്യമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും കാലിന് വേദന വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് ചോദിക്കുന്നത്. ഈ ആൾക്ക് 150 ഫാസ്റ്റിങ്ങും 200 ഭക്ഷണത്തിന് ശേഷവും ആണ് റീഡിങ്. കാലിന്റെ അടിയിൽ വേദനയാണ്. അപ്പം ഇതെന്തുകൊണ്ടായിരിക്കും? പിന്നെ അടുത്ത ആളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പുകച്ചിലാണ് കാലിന്റെ അടിയിൽ. ഓക്കെ, ഇപ്പം ഡയബറ്റിസ് ഉള്ളവർക്ക് മിക്കവാറും പേർക്ക് കൊളസ്ട്രോളും ഉണ്ടാകും. അത് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ആരുടെയും കൊളസ്ട്രോൾ കുറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെ ഇഫക്റ്റിലായിരിക്കും. സ്റ്റാറ്റിന് 10, 20, 30, 40, 80 ഒക്കെ കഴിക്കുന്നവരെ കാണാറുണ്ട്. അതുകൊണ്ട് മാത്രം കൊളസ്ട്രോൾ കുറഞ്ഞു നിൽക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ഡയബറ്റിസും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് കാലില് പരിപ്പും വേദനയും അൾസറും എല്ലാം വരുന്നതിന്റെ കാരണം അവരുടെ രക്തക്കുഴലുകൾ ഡാമേജ് ചെയ്യുന്നതുകൊണ്ടാണ്. രക്തക്കുഴലുകൾക്ക് ഷുഗറും ഡാമേജിങ് ആണ്, ഈ ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ ഡാമേജ് ആണ്. എന്ത് സാധനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാം ഈ രക്തക്കുഴലാണല്ലോ നമ്മളുടെ റോഡ്. ഈ റോഡില് കുണ്ടും കുഴിയും വരികയാണ്. അപ്പൊ അതിന് ഡാമേജ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മളുടെ നെർവ്സ്, ഈ പോച്ചിലൊക്കെ വരുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവ്സിന് ഡാമേജ് വരുമ്പോഴാണ്. നെർവ്സിന് രക്തം കിട്ടുന്നില്ല എന്ന് അവർ പറയുന്ന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോച്ചില്, അതായത് സെൻസേഷൻ പോകുന്നത് പിന്നെ അവർക്ക് മിണ്ടാൻ വയ്യുന്നതായി. തീരെ പോയി കഴിയുമ്പോഴാണ്, സെൻസേഷൻ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ആണിയൊക്കെ കാലെ കൊണ്ടാലും അറിയാതെ വന്നിട്ട് അൾസറിലേക്ക് പോകുന്നത്. അതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് പുകച്ചിൽ എന്ന് പറയുന്നത്. പുകച്ചിലും നമ്മൾ മൈൻഡ് ചെയ്യാതെ എന്നിട്ടും ഷുഗറും കൺട്രോൾ ചെയ്യുന്നില്ല, കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യുന്നില്ല. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്താൽ തന്നെ മരുന്നെടുത്ത് കൺട്രോൾ ചെയ്തിട്ട് വീണ്ടും അത് കാരണം നമ്മൾ കൊളസ്ട്രോൾ നമ്മുടെ ഇപ്പം ഈ ഡാമേജ് ഒരു സെല്ലിന്, ഷുഗറിന്റെ പേരിൽ ഡാമേജ് വന്നാലും കൊളസ്ട്രോൾ അടിഞ്ഞ് ഡാമേജ് വന്നാൽ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ സെല്ലുണ്ടാക്കണം. പുതിയ സെല്ലുണ്ടാക്കാൻ വേണ്ട കൊളസ്ട്രോൾ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ പുതിയ സെല്ലുണ്ടാക്കുന്നത് താമസിച്ചു പോകും. അല്ലെ ഉണ്ടാക്കുന്ന സെല്ലിന് വീണ്ടും ഹെൽത്ത് ഉണ്ടാവില്ല. പിന്നെ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ. അപ്പൊ ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുമ്പം നെർവ്സിന് ഡാമേജ് വരും. ആക്ച്വലി ഈ നെർവ്സ് വെരി തിൻ നെർവ്സ്, നമ്മുടെ കയ്യിലേക്കൊക്കെ എത്തുന്ന നെർവ്സ് വളരെ തിന്നായിരിക്കും.
അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നെർവ്സിന്റെ തന്നെ ഒരു ഗ്ലയൽ സെൽസ് എന്നൊക്കെ പറഞ്ഞു വരും. അവരാണ് ആദ്യം ഇമ്പാക്റ്റ് എടുക്കുന്നത്. അപ്പൊ ഈവൻ ഈ നേരിയ നെർവ്സിൽ കൂടെ പോലും നേരിയ രക്തക്കൊഴലുകൾ പോകുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും ഈ ഇതിന്റെയൊക്കെ ഡാമേജ് എപ്പോഴും വരുന്ന ചെറിയ രക്തക്കൊഴലുകൾക്കായിരിക്കും ഫസ്റ്റ് ഡാമേജ് വരുന്നത്. അപ്പം അതിനു മുമ്പുള്ളതൊന്നും തീരെ ബ്ലോക്കായി പോയിട്ടില്ലെങ്കിൽ അവരുടെ ഇതാണ്. അപ്പൊ ഈ പുകച്ചില് തരിപ്പ് എല്ലാം നമ്മളുടെ നെർവ്സിന്റെ കരച്ചിലെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഹാവിങ് എനിക്ക് പ്രശ്നമുണ്ട്, ഒന്നും ഇത് എന്നെ സഹായിക്കുന്നത് പറയുന്നതാ, പക്ഷെ നമ്മൾ സഹായിക്കുന്നില്ല പലപ്പോഴും. ഇപ്പോഴും ഇപ്പൊ ഈ പേഷ്യന്റ് പറഞ്ഞതനുസരിച്ച് അവരുടെ 200 ഷുഗർ വരുന്നത് എന്തുകൊണ്ടാ? ഷുഗർ കൂടാൻ കാരണം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടാ, കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാ. നമ്മൾ ഷുഗർ കൂടുന്നതനുസരിച്ച് ഭക്ഷണം കഴിക്കരുത്. ബേസിക്കലി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ആകെ നമ്മളിപ്പം നമ്മളുടെ ഒരു നില എത്തിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഭക്ഷണം മാത്രമാണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത് എന്നുള്ള നിലയിലാണ്. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്കൊരു സന്തോഷം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ആ ഭക്ഷണം തന്നെയാണ് നമുക്ക് ദുഃഖം തരുന്നെന്നുള്ളതും കൂടെ, നമുക്ക് വേദന തരുന്നുള്ളതെന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പൊ 200 ഷുഗർ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം എടുക്കുന്ന ഭക്ഷണം കൂടിപ്പോകുന്നു. അപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് കഴിയുന്നതും ധാന്യങ്ങൾ കഴിക്കാതിരിക്കുക, അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാവുന്നത് ഏറ്റവും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ സാധനം ലീഫി വെജിറ്റബിൾസ്, അതും മറ്റേ നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഫിഷോ മീറ്റോ അതുപോലത്തെ സാധനങ്ങൾ കഴിക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർ കഴിയുന്നതും പയറുവർഗ്ഗങ്ങൾ ഏറ്റവും മിനിമം ആയിട്ട് കഴിക്കുക. ഏറ്റവും കുറച്ച്, ശരിക്കും പറഞ്ഞാൽ അഡൽട്ട് പ്രായമായവർക്ക് ശരിക്കും വളരെ കുറച്ച് ഭക്ഷണം മതി. ആ ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് നമ്മൾ ഈ കൂടുതൽ കഴിക്കുന്നതാണ് ഈ പ്രോബ്ലം വരുന്നത്. ശരിക്കും മനുഷ്യന്, പ്രത്യേകിച്ചും അഡൽട്ട് ആയിട്ടുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മതിയാവുന്നതാണ്. അതിന് നമ്മൾ എത്ര നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഡയബറ്റീസ് ആണ്, മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും കുറെ കൂടെ ഭക്ഷണം കഴിക്കും. മരുന്ന് കഴിക്കുമ്പോൾ നാച്ചുറലി തലകറക്കം വരും. മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് ഡയബറ്റീസിന് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഡയബറ്റീസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നെല്ലാം നമ്മളുടെ ഇൻസുലിൻ കൂട്ടാനുള്ളത്. അപ്പൊ ഇൻസുലിൻ കൂടുമ്പം BP ഷുഗർ താന്നു പോകും, തലകറക്കം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മുടെ ഡയബറ്റീസിന്റെ എല്ലാ മരുന്നും, ബാക്കിയുള്ള മരുന്നുകളൊന്നും തുടക്കത്തിൽ നിർത്തുകയല്ല, ഡയബറ്റീസിന്റെ എല്ലാ മരുന്നും നിർത്തിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. കറക്റ്റായിട്ട് നോക്കുന്ന ഒരു പേഷ്യന്റിനാണെങ്കിൽ വിതിൻ 24 hours എത്ര കൂടി നിൽക്കുന്ന ഷുഗർ ആണെങ്കിലും കുറഞ്ഞു വരും എന്നുള്ളതാണ്. പിന്നെ ഒത്തിരി 400 500 ഉള്ളവർ പോലും കാണാറുണ്ട് 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞു വരുന്നുണ്ട്. അവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. പിന്നെ നമ്മൾ ഈ 10 40 60 വയസ്സുള്ളവർ അത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ മാറാൻ നോക്കുമ്പോൾ അതിനൊരു വിൽ പവർ ഉണ്ടാകണം, അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാകണം. ഇല്ലാതെ പറ്റൂല. നമ്മൾ 10-40 വർഷം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ചേഞ്ചിലേക്ക് പോകുമ്പോൾ അതിന് ഒരു മനസ്സുണ്ടാകണം. നമുക്കറിയാം നമ്മളുടെ പഴയ കാലത്ത്, ഇന്നൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കുണ്ടല്ലോ ഫാസ്റ്റിംഗ്. എല്ലാ മതത്തിലും, ഇപ്പൊ പഴയ കാലത്ത് ഹിന്ദുസത്തിലൊക്കെയാണ് ഇഷ്ടം ഒത്തിരി ഉണ്ട് ഫാസ്റ്റിംഗ് ഓരോ ഇതില്. അപ്പം ഫാസ്റ്റിംഗ് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു എത്രയോ ദിവസങ്ങൾ ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് എല്ലാ ഇതിലും ഉണ്ടല്ലോ. അപ്പൊ അത്രയും പറ്റുന്ന ഒരാൾക്ക് എന്തുകൊണ്ടൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്? അപ്പൊ ആ മനസ്സ് നമുക്ക് ഭക്ഷണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളതിനെ കുറിച്ച് ഒരു നോളജ് ഇല്ലാഴികയാണ്. കൂടുതൽ കഴിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. ക്ഷീണം വരുമ്പം വീണ്ടും എടുത്ത് ഭക്ഷണം കഴിക്കുക. ആക്ച്വലി ഭക്ഷണം കഴിച്ചതിന്റെ കുഴപ്പം കൊണ്ടാണ്. ഷുഗർ 200 300 നിൽക്കുമ്പം വീണ്ടും ക്ഷീണമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചോറെടുത്ത് കഴിക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ചപ്പാത്തി, ചോറ് വേണ്ട, ചോറ് കുഴപ്പമോ, ചപ്പാത്തി എടുത്ത് കഴിക്കും. ചോറും അരിയും ഗോതമ്പും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ രോഗങ്ങൾക്ക് കാരണം എക്സസ് ഫുഡാണ്. അതാണ് പ്രത്യേകിച്ച് വളരുന്ന പ്രായത്തിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് വേണം. പക്ഷെ ഇപ്പോഴും ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഓവറായിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഓവർ വെയിറ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിള്ളേരും എക്സസ് കഴിക്കുന്നു. വലിയവർക്ക് വളർച്ച പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വളരെ കുറച്ച് മതി.
അത് ആ ന്യൂട്രീഷനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ബേസിക്കലി കാണുന്ന നമ്മൾ ഒരു 3 months കൊണ്ട് നമുക്ക് ബോഡിയുടെ റിപ്പയർ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഫുഡ് മതി മാനേജ് ചെയ്യാൻ. പക്ഷെ അത് മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ട് കാണുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ രോഗത്തിന്റെ കാരണം നമ്മുടെ ഭക്ഷണമാണ്, അത് കുറച്ച് മതി എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്, അത് ഏത് രീതി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച്. ഇപ്പൊ ഈ കൊളസ്ട്രോളിന്റെ കാര്യം പറയുമ്പോൾ ഈ ഡൈയൂററ്റിക്സ് എന്ന് പറയുന്ന വിഭാഗം കുറെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡൈയൂററ്റിക്സും ഇതേപോലെ തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്നു എന്ന് പറയുന്നു. ഈ ഡൈയൂററ്റിക്സ് എന്തിനാണ് ഉപകാരപ്പെടുന്നത്? അത് എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ കൂട്ടുന്നത്? ഡയൂററ്റിക്സ് ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും BP-യുടെ മരുന്നിന് വേണ്ടിയിട്ട് കൊടുക്കും. BP പ്രഷറിന്റെ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ലൈനിൽ ഒരു ഡയൂററ്റിക് ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ വേറെ അതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഈ ഡയൂററ്റിക്കും ഒരു നമ്മളുടെ സോഡിയം പൊട്ടാസ്യം നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് മിനറലോ കോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത്. അത് സോഡിയം പൊട്ടാസ്യം ബാലൻസ് നമ്മുടെ എഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് കുറേ അധികം ഹോർമോൺസ് വരുന്നുണ്ട്. അതിൽ സെക്സ് ഹോർമോൺസിന് വേണ്ടിയിട്ടുള്ള പ്രിക്കസേഴ്സ് ഉണ്ടാക്കുന്നത് എഡ്രിനൽ ഗ്ലാൻഡാണ്. നമ്മുടെ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ടല്ലോ, അവരാണ് അവരുണ്ടാക്കുന്ന 3 അതിൻ്റെ മെയിൻ അതിൻ്റെ സെൻട്രൽ പാർട്ടിൽ നിന്ന് അതിൻ്റെ ഇതിന് വരുന്നതാണ് എഡ്രിനാലിൻ എന്ന് പറയുന്നത്. അതിൻ്റെ പുറമേ നിന്നുണ്ടാക്കുന്ന അതിൽ തന്നെ 3 ഇത് വരുന്നുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാലൻസ് ചെയ്യുന്ന സ്റ്റീറോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. അത് ഇതെല്ലാം സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്. അതിൽ ഒന്ന് ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സ്റ്റീറോയിഡ് ഹോർമോൺ നമ്മൾ ഈ ഇൻഫെക്ഷനും അതും ഇതുമൊക്കെ വരുമ്പോൾ വേണ്ടി ഹൈ ഡോസിലൊക്കെ എടുക്കുന്ന ആസ്മയ്ക്കും അലർജിക്കും അതിനൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് മിനറലോ കോർട്ടിക്കോയിഡ് ആണ് നമ്മൾ BP-യെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സെക്സ് ഹോർമോൺസ് ആണ്. അതിൽ നമ്മൾ സെക്സ് ഹോർമോണിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ ഡൈഹൈഡ്രോ എപ്പിയാൻഡോസ്റ്ററോൺ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. അതുണ്ടാക്കുന്ന ഇവരാണ്. അപ്പം നമ്മൾ ഈ മിനറലോ കോർട്ടിക്കോയിഡ് സംബന്ധിച്ച്, അതായത് BP-യെ കൺട്രോൾ ചെയ്യാനുള്ള അവിടെ നിന്ന് വരുന്ന ഹോർമോൺസിനാണ് ഈ ഡയൂററ്റിക് പോലെയുള്ള സാധനങ്ങൾ ആക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ വരുന്ന മെക്കാനിസത്തിൽ വരുന്ന ബ്ലോക്കും ഇതുമെല്ലാം അതെല്ലാം ഉണ്ടാക്കുന്നത് ഫൈനലി കൊളസ്ട്രോളിൽ നിന്നാണ്. മിനറൽ കോർട്ടിക്കോയിഡ് ഉണ്ടാക്കണമെങ്കിലും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഉണ്ടാക്കണമെങ്കിലും സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിലും കൊളസ്ട്രോളാണ് അതിൻ്റെ എല്ലാം റോ മെറ്റീരിയൽ ഓർ അസംസ്കൃത വസ്തു. അപ്പം അവിടെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൂടും റോ മെറ്റീരിയൽ. അവർക്ക് വേണ്ടത് സാധനം കിട്ടാതെ വരുമ്പോഴേക്കും ഇതിവിടെ കെട്ടിക്കിടക്കും. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത്. ഈ ഇത്തരം മരുന്നുകൾ എടുക്കുന്നത് അവർക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം അതാണ്. ഇപ്പൊ ഈ കൊളസ്ട്രോള് പോലെ തന്നെ ഒരേ രീതിയിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ട്രൈഗ്ലിസറൈഡും പലരും. അതേസമയം ട്രൈഗ്ലിസറൈഡിന്റെ കാര്യത്തിൽ പറയുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ ഉപയോഗം വേറെയാണ്. പിന്നെ ഈ കൊളസ്ട്രോൾ ആണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പാർട്ട് ഉണ്ടെങ്കിലും ട്രൈഗ്ലിസറൈഡ് അങ്ങനെ ഈ കട്ട പിടിച്ചിങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൽ ഡയറക്റ്റായിട്ട് ബന്ധമില്ല എന്നൊക്കെയാണ്. പിന്നെ എന്താണ് ഈ ട്രൈഗ്ലിസറൈഡ് കാരണമുള്ള ദോഷം? ട്രൈഗ്ലിസറൈഡ് ഡെഫിനറ്റ്ലി പ്രോബ്ലം തന്നെയാണ്. ട്രൈഗ്ലിസറൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ മോർ പ്രോബ്ലമാറ്റിക്. കാരണം ചിലർക്ക് 400-500 ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്ലഡിൽ കൂടെ എണ്ണയാണ് ഒഴുകുന്നതെന്നുള്ളതാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ എണ്ണ. നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും നല്ലെണ്ണയും റൈസ് ബ്രാൻ ഓയിലും എല്ലാം ട്രൈഗ്ലിസറൈഡാണ്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരത്തെ ഇൻറ്റസ്റ്റൈനകത്ത് നമ്മളുടെ ഈ എൻസൈംസ് എല്ലാം കൂടെ ലൈപ്പേസ് ഒക്കെ കൂടി അതിനെ മോണോഗ്ലിസറൈഡ് ആക്കി മാറ്റും. അത് ഇൻറ്റസ്റ്റൈനൽ സെല്ലിനകത്ത് കയറും. അതിനെ അവിടെ നിന്ന് ഇൻട്രോസൈറ്റ് എന്ന് പറയും. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വേറൊരു തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അവരതിനെ വീണ്ടും ട്രൈഗ്ലിസറൈഡ് ആക്കി മാറ്റി നേരെ ബ്ലഡിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്.
നമ്മളീ കഴിക്കുന്ന എണ്ണയൊക്കെ നേരെ പോയി ബ്ലഡിലേക്ക് ഒരു ചെറിയ ചേഞ്ച്, ഒരു ഡൈജസ്റ്റീവ് ചേഞ്ച് വരുത്തും. ആ എൻട്രോസൈറ്റിൽ കയറും. ഈവൻ അത് നാക്കേന്ന് പോലെ കുറച്ചൊക്കെ ഭാഗം അത് ടങ്ങിന്ന് തന്നെ അബ്സോർബ് ചെയ്ത് തുടങ്ങും. അത് നേരെ അവിടെ ചെല്ലും, നേരെ തിരിച്ച് ബ്ലഡിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് നോക്കുമ്പോൾ നോക്കാത്ത കണക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈപ്പിഡ് പ്രൊഫൈല് നോക്കുമ്പം ട്രൈഗ്ലിസറൈഡും LDL-ഉം കൊളസ്ട്രോളും നോക്കും. പിന്നെ LDL-ഉം വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ HDL ഒക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞ് ഏറ്റവും അൾട്രാ ലോ ഡെൻസിറ്റി മൈക്രോ ഇതുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡിൽ നിന്ന് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ നേരെ ബ്ലഡിലേക്ക് കയറി അതൊരു ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടെ പോയി നേരെ ബ്ലഡിലേക്ക് കയറും. അതാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ലിവറിൽ പോലും ചെല്ലുന്നില്ല, നേരെ നമ്മുടെ ഹാർട്ടിലേക്കും മസിലിലേക്കും ഒക്കെ കൊടുക്കുക. നമ്മൾ ഈ ഓയിലിന്റെ ആവശ്യം എന്താ, എണ്ണയുടെ ആവശ്യം എന്താ, ട്രൈഗ്ലിസറിന്റെ ആവശ്യം ഇറ്റ് ഈസ് എൻ എനർജി സോഴ്സ്, ജസ്റ്റ് ലൈക്ക് ഗ്ലൂക്കോസ് എനർജി സോഴ്സ് ആണ്, എനർജിക്ക് വേണ്ടിയാണ്. അത് നമ്മുടെ ആവശ്യമുള്ളിടത്തോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി നേരെ ഭക്ഷണം കഴിച്ചാൽ ഇമ്മീഡിയറ്റ്ലി കിട്ടാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ ബ്ലഡിലേക്ക് കയറും. അപ്പൊ അത് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൊളസ്ട്രോളും കൂടെ അതും ട്രൈഗ്ലിസറൈഡ് മാത്രമല്ല നിൽക്കുന്നത്. ഈ വണ്ടിയെ കൊണ്ടുപോകുന്ന ഈ അൾട്രാ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, നമുക്കറിയാം എണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവാണല്ലോ. അപ്പൊ അൾട്രാ ലോ ഡെൻസിറ്റി ഏറ്റവും വെയിറ്റ് കുറഞ്ഞത് അതായിരിക്കും ഏറ്റവും വലുത്. അതിന് ഓൾമോസ്റ്റ് 1000 നാനോമീറ്റർ ബിഗ്, ശരിക്കും വലിയ ട്രക്ക് എന്ന് പറയാം. അതിനെ പൊതിഞ്ഞ് അതിനൊരു എന്താ വെള്ളത്തിൽ അലിയിക്കുന്ന ഫോർമാറ്റിലാക്കിയിരിക്കുകയാണ്. അതിനകത്താണ് ഈ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോൾ കുറവായിരിക്കും, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. ഏറ്റവും വലിയ ഇതിനകത്തെല്ലാം ട്രൈഗ്ലിസറൈഡാണ് കൂടുതലുള്ളത്. അപ്പം അത് നേരെ ഇത് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് തന്നെ ലിവറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീന് ബാക്കിയുള്ളതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് ലിവറിൽ ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് വിടുന്ന. പിന്നെ HDL-നാണെങ്കിൽ അതിൽ കൂടുതൽ പ്രോട്ടീൻ പാർട്ടാണ്. HDL ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന കൊഴുപ്പിനെ എടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. അതാണ് HDL കൂടുതലുണ്ടെങ്കിൽ നല്ലതെന്ന് പറയുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒക്കെ, പണ്ടൊക്കെ HDL കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് HDL ആണെങ്കിലും ഒത്തിരി കൂടിയാൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലെന്നാണ്. നമ്മുടെ സയൻസ് ഒക്കെ എന്നും മാറിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം പറയുന്ന ഒരു കാര്യം പറയും, കുറച്ചുനാൾ കഴിയുമ്പോൾ വേറൊന്ന് പറയും. ഇന്ന് ശരിയെന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ ഡീപ്പർ നോളജ് വരുമ്പോഴേക്കും തെറ്റെന്ന് പറയും. അതിങ്ങനെ പിന്നെ അതിനകത്തൊക്കെ ഈ പല സ്റ്റഡീസിനകത്തും ഒത്തിരി ബയസ് വരുന്നുണ്ടാവും. പലപ്പോഴും ഈ സ്റ്റഡീസ് എല്ലാം നടത്തുന്നത് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ അവിടെ അവരുടെ പെയ്ഡ്, ഈവൻ ഡോക്ടേഴ്സ് പോലും അവിടെ നിന്നുള്ള ഫൈനാൻഷ്യൽ ഇത് കിട്ടിക്കൊണ്ടായിരിക്കും അവർ ആ സ്റ്റഡി തന്നെ നടത്തുന്നത്. അപ്പം അതിനൊക്കെ ഒത്തിരി ബയസ് വരും. അതുകൊണ്ട് നമുക്ക് ഈ മെഡിക്കൽ റിസർച്ച് സ്റ്റഡീസ് എന്നൊക്കെ പറയുമ്പം നമുക്ക് 100% അതിനെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല. ദാറ്റ് വിൽ ബി ഓൾവേസ് നമ്മുടെ സൊസൈറ്റിയാണ്, അവിടെ എപ്പോഴും ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പല സ്റ്റഡിയിലും എല്ലാ സ്റ്റഡിക്കകത്തും ഇപ്പം അതിൻ്റെ കൂടെ ഫൈനാൻസ് എന്തായിരുന്നു, വെറുതെ സ്റ്റഡി നടത്താൻ പറ്റില്ലല്ലോ. എല്ലാ സ്റ്റഡിക്കും ഒത്തിരി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ, ഫൈനാൻസ് ചെയ്യാനുണ്ടാവണം. ഏത് സ്റ്റഡി ആണെങ്കിലും ഈവൻ നമ്മൾ കരുതും വലിയ ജേർണൽസിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ആ ജേർണലിൽ വന്നു, ഈ ജേർണലിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതായിട്ട് ഇത് വരാറുണ്ട്. മേജർ പല ജേർണലിലും ഒരു ആർട്ടിക്കിൾ വരണമെങ്കിൽ, ഒരു സ്റ്റഡി, ഒരു മെഡിക്കൽ സയൻസ് സ്റ്റഡി വരണമെങ്കിൽ അതിനൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പേ തന്നെയുണ്ട്. അതൊരു ഫീസായിട്ടുണ്ടാവും. നമ്മളൊക്കെ ഇവിടെയൊക്കെ വളരെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന ചില ജേർണൽസ് ഒക്കെ 5000 പൗണ്ടാണ് ഒരു ഇതിടണമെന്നുണ്ടെങ്കിൽ തന്നെ. അല്ലാത്തതിലാണെങ്കിൽ ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനോ മേജർ ഹോസ്പിറ്റൽസിനോ, ഇപ്പൊ എനിക്കൊരു സ്റ്റഡി ഇടണം, ഞാൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഒരു സ്റ്റഡി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് എന്നല്ല, നമ്മൾ പേഷ്യൻ്റ് ഡേറ്റ എല്ലാം കൊടുത്തുകൊണ്ട് ഒരു സ്റ്റഡി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇടാനൊരു വകുപ്പില്ല ഇന്നത്തെ സിസ്റ്റത്തിൽ. അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ അത് നല്ല നമുക്ക് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഗ്രേഡ് 1 ജേർണൽ ഇമ്മീഡിയറ്റ്ലി അത് അങ്ങനത്തെ ഇതിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവർ പേ ദം എ ഹ്യൂജ് എമൗണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഇതിനകത്ത് വന്നിട്ടുണ്ടാകണം. അങ്ങനെയൊക്കെ പല ഇതും വരുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ എല്ലാ അതേപടി സ്റ്റഡീസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല.
നമ്മളിപ്പോൾ ഓരോ ഇത് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് റിസൾട്ട്, അത് തന്നെ പേഷ്യൻസ് മനസ്സിലാക്കാൻ നോക്കണം. ഒരാൾ ഒരു മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റണം. അത് എത്ര നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് വന്നിട്ട് ഇപ്പോൾ എപ്പോഴും ഉണ്ടാകും പുതിയ മെഡിസിൻസിനോട് നമ്മളെല്ലാം പുതിയ മെഡിസിൻ വന്നു ഇപ്പോൾ എല്ലാം ശരിയാകുമെന്ന്. പുതിയ മെഡിസിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലേ ചിലതൊക്കെ 6 മാസം കൊണ്ട് വിത്ഡ്രോ ചെയ്യേണ്ടി വരും. അത് പിന്നെയാണ് കൂടുതൽ സ്റ്റഡീസ് വരുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റഡീസൊക്കെ പല രീതിയിലുള്ള ഏതെങ്കിലും ഫൈനാൻസ് ചെയ്തൊക്കെ വന്നിരിക്കുന്നതായിരിക്കും. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് വരുമ്പോഴേക്കായിരിക്കും അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒക്കെ. അപ്പോൾ അവിടെ പല ബയസും വന്നിട്ടുണ്ടാവും. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ളത് പുറത്തു വരാൻ തുടങ്ങുന്നത്. അപ്പോൾ 6 മാസം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞും 2 കൊല്ലം കഴിഞ്ഞും ഒക്കെ മരുന്നുകൾ വിത്ഡ്രോ ചെയ്യേണ്ടി വരും. അപ്പം പുതിയ മരുന്നാണേലും പഴയ മരുന്നാണേലും ഏതാണേലും നമ്മൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സും സ്റ്റഡിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടും കൂടെ വേണം മരുന്ന് കഴിക്കാൻ. അവനവൻ കഴിക്കുന്ന മരുന്നിൻ്റെത് അവനവൻ മനസ്സിലാക്കാൻ നോക്കുക. ഈ ട്രൈഗ്ലിസറൈഡ്സിന്റെ കാര്യം പറയുമ്പോഴും നേരത്തെ ഈ കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല മരുന്നുകളും ഇപ്പോൾ ഈ BP-ക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അങ്ങനത്തെ പല മരുന്നുകളും ഈ കൊളസ്ട്രോളിൻ്റെത് പോലെ തന്നെ ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവും കൂട്ടും. എന്നാൽ ഈ ട്രൈഗ്ലിസറൈഡ് ഉള്ളവർക്ക് വരുന്ന അസുഖങ്ങൾക്കുള്ള മരുന്നുകളാണ് താനും അത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഹെൽത്ത് മാനേജ് ചെയ്യുക? അതാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഡിലമ. ഞാൻ മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. ഞാൻ ഈ മരുന്നുകളെല്ലാം ഉപയോഗിച്ചിരുന്നതാണ്. നമ്മൾ പ്രോബ്ലം എന്താ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മരുന്ന് കഴിക്കാനോ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനോ തോന്നില്ല. കാരണം പിന്നെ ഓരോരോ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് നമ്മൾ മരുന്നുകൾ സൈഡ് ഇഫക്ട്സ് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണല്ലോ പാരസിറ്റമോൾ. അപ്പം മറ്റുള്ള വേദന സംഹാരികളെ വെച്ച് ഏറ്റവും സേഫായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് പാരസിറ്റമോൾ. ഞാൻ ബേസിക്കലി ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇൻഫെർട്ടിലിറ്റിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻറ്റ് പേഷ്യൻസിനൊക്കെ ഏറ്റവും ധൈര്യമായിട്ട് കൊടുത്തിരുന്ന ഒരു മരുന്നാണ്, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കാവുന്നത്. മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇതാണ്. ഇപ്പോൾ പാരസിറ്റമോളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ആണ് ഒരു ലേറ്റസ്റ്റ് സ്റ്റഡിയിൽ കണ്ട് പാരസിറ്റമോൾ നമ്മുടെ നമ്മുടെ ബോഡി എഗ് ഉണ്ടല്ലോ, ലേഡീസിൻ്റെ അണ്ടം, അതിന് ഡാമേജ് വരുത്തുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പ്രഗ്നൻറ്റ് ലേഡീസിനും അത് അവരുടെ കുഞ്ഞ് ഒരു ഗേൾ ചൈൽഡും കൂടെ ആണെങ്കിൽ അതിന് ഡാമേജ് വരും. പ്രഗ്നൻസിയിൽ പോലും അത് കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് മാറും അത്. അപ്പം അതാണ്, മരുന്നുകൾക്ക് എല്ലാത്തിനും അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഏത് മരുന്ന് കഴിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കയറി വരാം. ഇപ്പോൾ കൊളസ്ട്രോൾ, പിന്നെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഇപ്പോൾ കൊളസ്ട്രോളിന് മരുന്ന് സ്റ്റാറ്റിൻ. ഇവിടെ നമ്മളിപ്പം ഡയബറ്റിക് പേഷ്യൻസ് ആര് നോക്കിയാലും ഫാറ്റി ലിവർ ഉണ്ടാവും. ഫാറ്റി ലിവർ കാരണം ഇതൊരു മെറ്റബോളിക് എററിൻ്റെ ആദ്യം ലിവറിനെയാണ്, ഡയബറ്റീസ് വരുന്നതിന് മുമ്പ് തന്നെ ലിവറിനെയും പാൻക്രിയാസിനെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊളസ്ട്രോളിന് മരുന്ന് കൊടുക്കുമ്പം അതിന് ലിവറിൻ്റെ ഏത് മരുന്ന് കഴിച്ചാലും ലിവറിൻ്റെ സ്ട്രെസ് കൂടും. കാരണം അതിനെ മെറ്റബോളൈസ് ചെയ്ത് പുറത്ത് കളയേണ്ടത് എന്ത് സാധനവും നമ്മൾ പോഷകങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. അപ്പം അതിനെ മെറ്റബോളൈസ് ചെയ്ത് ഡീടോക്സിഫൈ ചെയ്ത് കളയേണ്ട ഓർഗനാണ് ലിവർ. അത് ഡീടോക്സിഫൈ ചെയ്ത് ലിവർ കളഞ്ഞു കഴിഞ്ഞ് അതിനെ പലപ്പോഴും ബൈൽ വഴി സ്റ്റൂളിലേക്ക് വയറിനകത്തേക്ക് വിട്ട് മലത്തിൽ കൂടെ പോവുമോ അല്ലെങ്കിൽ യൂറിനിൽ കൂടെ കിഡ്നിയിൽ ചെന്ന് ബ്ലഡിൽ കൂടെ കിഡ്നിയിൽ ചെന്ന് കിഡ്നിയിൽ നിന്ന് പുറത്ത് പോകണം. ഇത് പോയേ പറ്റുള്ളൂ. അപ്പം ലിവറിന് നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിന് അവിടെ ഓൾറെഡി ഫാറ്റി ലിവറും ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നല്ല ഇത്. ഇപ്പം പല യൂറോപ്യൻ കൺട്രീസും പ്രത്യേകിച്ച് സ്പെഷ്യൽ കാരണം പല രാജ്യങ്ങളിൽ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് മറ്റെന്താ ഓവർ ദ കൗണ്ടറായിട്ടും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിന് ആൾക്കാർക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഫാറ്റി ലിവർ ഉള്ളവരും ലിവർ പ്രോബ്ലം ഉള്ളവരും കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കരുതെന്നും പറഞ്ഞുള്ള സൂക്ഷിക്കണം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കൊളസ്ട്രോൾ വേണം,
എല്ലാവർക്കും ഫാറ്റി ലിവറും ഉണ്ട്. അപ്പം കിഡ്നിക്ക് വേണ്ടിയിട്ട് ഡയബറ്റീസിന് വേണ്ടിയിട്ട് മരുന്നെടുക്കുമ്പം പ്രഷർ കൂട്ടും. അങ്ങനെ കാണാമല്ലോ. നമ്മളിപ്പം ഇൻസുലിൻ്റെ ലെവല് തന്നെ ഇൻസുലിൻ കൂടുമ്പോൾ സോഡിയം റിട്ടൻഷൻ വരും, പ്രഷർ വരും. അപ്പോൾ പലപ്പോഴും കാണാം ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് കഴിയുമ്പോഴായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പ്രഷർ വരുന്നത്. അപ്പം പ്രഷറിന് മരുന്ന് കഴിച്ച് കഴിയുമ്പം അങ്ങനെ ഒന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ മരുന്ന് ഫസ്റ്റ് ഡേ തന്നെ എല്ലാം നിർത്താം. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, അത്യാവശ്യം പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് വില്ലിങ്ങും ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നിർത്തി ഓരോ പേഷ്യൻറ്റിൻ്റെ കണക്കനുസരിച്ചിരിക്കും 24 to 48 hours ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടാവും മരുന്നില്ലാതെ തന്നെ. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ വിതിൻ 2 വീക്സിൽ തന്നെ ഒരു ബി പി മരുന്നൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിർത്തിക്കൊണ്ട് വരാൻ പറ്റും. വീട്ടിൽ ബി പി പാറ്റസ് ഉണ്ടാവണം, വെയിങ് മെഷീൻ ഉണ്ടാവണം. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഷുഗർ നോക്കാനുള്ളത് ഉണ്ടാകണം. നമ്മൾ ബ്ലൈൻഡായിട്ടല്ല നോക്കേണ്ടത്. നമ്മൾ വീട്ടിലിരുന്ന് ഷുഗർ നോക്കിക്കൊണ്ട് ഷുഗറിൻ്റെ മരുന്ന് നമ്മൾ ഷുഗർ നോർമലാണെങ്കിൽ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രയും നമുക്ക് ആർക്കും വേണമെങ്കിലും മനസ്സിലാവില്ല. ചിലർ ഈ ഷുഗറിൻ്റെ മരുന്ന് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഏത് ഷുഗറിൻ്റെ മരുന്നിനും മാക്സിമം 24 hours ആക്ഷൻ ഉള്ളൂ. ഇൻസുലിൻ എടുക്കുന്ന ആൾക്കറിയാം ഒരു ദിവസം 3 നേരമോ 4 നേരമോ ഇൻസുലിൻ എടുക്കണം. അത്രയും ആക്ഷനേ അതിനുള്ളൂ. അപ്പം നമുക്ക് ഷുഗർ കൺട്രോളാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യം ഇരിക്കുന്നത്? അതുപോലെ ബി പി നമുക്ക് വീട്ടിലിരുന്നാകുമ്പോൾ വീട്ടിൽ വെച്ച് നമുക്ക് 4 നേരമോ 5 നേരമോ നോക്കാം. ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ നോക്കുന്നതിനേക്കാളും ഹോസ്പിറ്റലിൽ പല പേഷ്യൻസും ഉണ്ടാകും. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഒരാളുടെ ഇപ്പം ഒരു നഴ്സിന് നോക്കണമെന്നുണ്ടെങ്കിൽ ആ വാർഡിൽ എല്ലാവരെയും വേണം. ഒരു ഇൻറ്റൻസീവ് കെയറിൽ പോലും ആണെങ്കിലും 1:1 റേഷ്യോ ഒന്നും പലപ്പോഴും നടന്നെന്നിരിക്കുകയില്ല. അപ്പം അതിലും ബെറ്ററായിട്ട് നമ്മൾ അവനവൻ്റെ ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റ് അവനവനുള്ളതിനേക്കാളും കൂടുതൽ വേറെ ആർക്കും ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ഷുഗറും ബി പിയും നോക്കിക്കൊണ്ട് മരുന്ന് പതുക്കെ കുറച്ചുകൊണ്ട് വരിക. അതുപോലെ കൊളസ്ട്രോൾ നമുക്ക് ടെസ്റ്റ് തന്നെ ചെയ്യാം. എവറി വീക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുറയ്ക്കാം. പിന്നെന്താ യൂറിക് ആസിഡ്, ഇതൊക്കെയാണ് എല്ലാവരും സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കാണുന്നത്. ഈവൻ മിക്കവാറും പേർക്ക് 1-2 സൈക്കാട്രിക് മെഡിസിനും കൂടെ ഉണ്ടാവും. പിന്നെ ഈ പെയിൻ കില്ലേഴ്സ് പോലെ പ്രഗാബാലിൻ എന്നൊക്കെ പറഞ്ഞ് ചില ന്യൂറോളജിക്കൽ പെയിൻ കുറയ്ക്കുന്ന, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിനെ ആക്ട് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്. അത് ഈ ന്യൂറോപ്പതിക്കൊക്കെ വേണ്ടിയിട്ട്. ഇത്തരം മരുന്നുകളെല്ലാം കഴിക്കുന്നത് പേഷ്യൻ്റ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ന്യൂട്രിയൻ്റ് കഴിക്കാനും പറയുന്നത് പോലെ ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസ് ചെയ്താൽ മതി. അത് ചെയ്യാനും വില്ലിങ് ആണ്. മറ്റുള്ള ഭക്ഷണങ്ങൾ പറയുന്നതനുസരിച്ച് കുറച്ചുകൊണ്ട് വന്ന് കൺട്രോൾഡ് ആയിട്ട് കഴിക്കാനും വില്ലിങ് ആണെങ്കിൽ മിക്കവാറും മെഡിസിൻസ് എല്ലാം തന്നെ വിതിൻ എ മന്ത് എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റുന്നവരാണ് കാണുന്നത്. പിന്നെ ആർക്കെങ്കിലും ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്നില്ല, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 40 പേരുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിനാണ് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു. പക്ഷെ കുറച്ച് പേര് പഠിക്കുന്നു, കുറച്ച് പേർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു, കുറച്ച് പേര് പ്രൊജക്റ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യൂല. ഇത് തന്നെയാണ്. അപ്പം ചിലർ ഫസ്റ്റ് റാങ്ക് മേടിക്കും, ഡിസ്റ്റിങ്ഷൻ മേടിക്കും, ഫസ്റ്റ് ക്ലാസ് മേടിക്കും, കുറച്ച് പേര് ജസ്റ്റ് പാസ് ആയിരിക്കും, ചിലർ ഫെയിൽ ചെയ്യും, ചിലർ ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവും. ഇതൊക്കെ അത് നമ്മളുടെ കഴിവനുസരിച്ചിരിക്കും. പിന്നെ നമ്മളുടെ ബോഡിയുടെ പ്രത്യേകതകളും, നമുക്ക് ബോഡിക്ക് തീരെ ഒട്ടുമില്ല, ഏതെങ്കിലും ഓർഗൻ അങ്ങ് ഫെയിൽ ചെയ്താൽ അതിനെ പിന്നെ കംപ്ലീറ്റ്ലി ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഈ ഫുഡ് കഴിക്കാനുള്ള ഇൻറ്റസ്റ്റൈൻ തീരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. ചിലർക്ക് വോമിറ്റിങ്ങും അല്ലെ ലൂസ് മോഷനും അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പറ്റില്ല. പിന്നെ കിഡ്നി കംപ്ലീറ്റ് ഫെയിലിയർ ആയ ഗ്രേഡ് 5ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പിന്നെ തീരെ ഹാർട്ടോ ലങ്സോ ഫെയിലിയർ ആയൊക്കെ എക്സസൈസ് ശ്വാസം മുട്ടൽ വരുകയും ഓക്സിജൻ ഇല്ലാതെ അത് ആ നിലയിലൊന്നും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനൊന്നും പറ്റില്ല. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഈ മരുന്നൊക്കെ എഴുന്നേറ്റ് നടക്കാവുന്നതും അത്യാവശ്യം ഹെൽത്ത് ഉള്ളൊരു സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് മാറാൻ നോക്കുക. പിന്നെ സൈക്കാട്രിക് രോഗങ്ങളൊക്കെ ആണെങ്കിലും അത് നമ്മൾ ഈവൻ സൈക്കാട്രിക് അസുഖങ്ങൾക്കാണെങ്കിലും പേഷ്യൻറ്റിന് അതിന് മാറണമെന്നുള്ള ഒരിതും ഉണ്ടെങ്കിൽ എല്ലാ മരുന്നുകൾ കുറച്ചുകൊണ്ട് അതാണ് ഇച്ചിരി കൂടെ ഈ ബ്രെയിനിന്
അഫക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ കുറയ്ക്കാൻ കുറച്ചുകൂടെ താമസം എടുക്കും. വളരെ സ്ലോയിലി വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ആൽക്കഹോളൊക്കെ അഡിക്ഷൻ പോലെ ഉള്ളതുകൊണ്ട് വിത്ഡ്രോവൽ വെരി സ്ലോ ആയിരിക്കും. പക്ഷെ അതേസമയത്ത് മറ്റു മരുന്നുകൾക്ക് ഈ BP, ഡയബറ്റീസ് ഒക്കെ കൊളസ്ട്രോൾ ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്ന് വിതിൻ എ മന്ത് യു ക്യാൻ ബി ഫ്രീ ഓഫ് ഓൾ ദ മെഡിസിൻസ്. പക്ഷെ നമ്മുടെ ബോഡി കറക്റ്റായി ഇതൊക്കെ വരണമെങ്കിൽ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻ്റ് ഡയബറ്റീസ് ഫ്രീ ആയി എന്ന് പറയണമെങ്കിൽ HbA1c ഒരു 5.7 താഴെ 5.6 5.5 എത്തി ഒരു 3 മാസം മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ യു ആർ ഫ്രീ. അപ്പോൾ പലരും ഉണ്ട്, പല ഡയബറ്റിക് പേഷ്യൻ്റ് 12, 13 ആയിരുന്നവരൊക്കെ ഈവൻ 5 താഴെ കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നവരുണ്ട്. 5.5 താഴെ ഈവൻ ബിലോ 5 HbA1c കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെന്നുള്ളതാണ്. അതും വർഷങ്ങളായിട്ട് ഇൻസുലിനും മൾട്ടിപ്പിൾ മരുന്നുകൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കുക, നമ്മുടെ ഭക്ഷണമാണ് നമ്മളുടെ രോഗത്തിന് കാരണമുള്ളത്. ആ ഭക്ഷണത്തിലെ ഇറഗുലാരിറ്റിയോ കുറവുകളും കൂടുതലുകളുമാണ് നമ്മുടെ അസുഖത്തിന് കാരണം. അതുപോലെ നമ്മുടെ വ്യായാമത്തിൽ, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ, മെൻ്റൽ, നമ്മുടെ ഈവൻ ആറ്റിറ്റ്യൂഡ് പോലും, നമ്മുടെ ആറ്റിറ്റ്യൂഡും ചേഞ്ച് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അത്ര മോശമായിട്ടിരുന്ന് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനോടും ഇറിറ്റേഷൻ, അച്ഛനോട് ദേഷ്യം, വൈഫിനോട് ദേഷ്യം, എല്ലാവരോടും, അതെല്ലാം നമ്മുടെ രോഗത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഉള്ളതിനെ ഓപ്പൺ ആയിട്ട് അതിനകത്ത് ഒരു ഇമ്പാസീവായിട്ട് എപ്പോഴും നമ്മളുടെ ഇങ്ങനെ സ്ട്രെസ്സായിട്ട് എല്ലാത്തിനോടും ദേഷ്യത്തിലും ഇരുന്നാലും പറ്റില്ല. അപ്പോഴും നമ്മുടെ ഹോർമോൺസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുക, ഇത്തരം കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഈ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞപ്പോ ഈ സ്ട്രെസ് കൊളസ്ട്രോൾ കൂട്ടുമെന്നും ട്രൈഗ്ലിസറൈഡ് കൂട്ടുമെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഈ സ്ട്രെസ് വരുമ്പോഴും ഈ സെയിം മെക്കാനിസം തന്നെയാണ് വരുന്നത്. സ്ട്രെസ് വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസ് കൂടും, അതുപോലെ എഡ്രിനാലിൻ പോലെയുള്ള കുറച്ച് ഹോർമോൺസ് കൂടും. അപ്പം ഇത് നമ്മുടെ മെറ്റബോളിസത്തിനെ ഭയങ്കരമായിട്ട് ഡീറെയിൽഡ് ആക്കും. ഇപ്പോൾ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കണം, എഡ്രിനാലിൻ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. ഇതിന് വേണ്ടിയിട്ട് കൊളസ്ട്രോൾ കൂടുതൽ വേണ്ടേ? അപ്പം ബോഡി നാച്ചുറലി കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് സ്ട്രെസ് വരുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് വരുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഷുഗർ കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് ഹോർമോൺ സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വരും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വരുമ്പം ഇൻസുലിൻ്റെ ആക്ഷൻ സപ്രസ്ഡ് ആകും. ഈവൻ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആകും. സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ബോഡി എല്ലാ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി തയ്യാറെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ഓടിപ്പോവുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും ഫിസിക്കൽ ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹ്യൂമൻ്റെ സാധാരണ നിലയിൽ നമ്മൾ ഒരു ഫോറസ്റ്റ് ലൈഫിൽ നമ്മൾ അങ്ങനെയാണല്ലോ, പഴയ മനുഷ്യർ ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ള നിലയിലാണ് നമ്മൾ എടുക്കുന്നത്. അതിനനുസരിച്ചാണ് വരുന്നത്. അപ്പം നമുക്ക് ഓടിപ്പോകണമെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്ലൂക്കോസ് വേണമല്ലോ. അപ്പോൾ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡൊക്കെ വന്ന് നമ്മളുടെ ഗ്ലൂക്കോസ് ലെവലൊക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓടുന്നുമില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഈ ഗ്ലൂക്കോസ് ഒന്നും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. സോ ഗ്ലൂക്കോസ് അങ്ങ് കൂടിപ്പോവും. ഒപ്പം തന്നെ ഗ്ലൂക്കോസ് കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ കൂടും. അപ്പം എല്ലാ മെറ്റബോളിസം ഡീറെയിൽ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അത് ആ മെറ്റബോളിക് ഡീറെയിൽമെൻറ്റ് വരുന്നതാണ് ഈ സ്ട്രെസ് വരുമ്പം ഈ ഷുഗർ കൂടാനും കാരണം. അതുപോലെ തന്നെ ഷുഗർ കൂടുകയും പ്രഷർ കൂടുകയും മാത്രമല്ല, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ നമ്മളൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ കൂടെ കടന്നു പോയി കഴിയുമ്പോഴായിരിക്കും, അതായത് ആസ് യു ഫീൽ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്ന ക്യാൻസർ വരുന്നത്. ഇപ്പം നമ്മളെപ്പോഴും പേഷ്യൻറ്റിനെ കാണാറുണ്ട്. എനിക്ക് ഹസ്ബൻഡിന് അസുഖം വന്നു, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം വന്നു, അത് കഴിഞ്ഞപ്പോൾ അല്ലെ ഡൈവേഴ്സ് വന്നു, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കുമായിരിക്കും നമ്മൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ സ്ട്രെസ് വരുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആകും. ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഇപ്പോൾ ഗ്ലൂക്കോസ്, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഗ്ലൂക്കോസ് കൂടും, ഗ്ലൂക്കോസ് കൂടിയ ഇൻഫെക്ഷൻ വരാം, അതുപോലെ തന്നെ ക്യാൻസറും വരാം. ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഇൻസുലിൻ കൂടും, ഇൻസുലിനും നമ്മളുടെ ഈ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യും. ഇമ്മ്യൂണിറ്റി തന്നെയാണ് ക്യാൻസർ സെല്ല് വന്നു കഴിഞ്ഞാൽ, അതായത് അബ്നോർമൽ സെല്ലുണ്ടായാൽ അതിനെ നശിപ്പിക്കേണ്ടത് ഇമ്മ്യൂൺ സിസ്റ്റമാണ്.
അതിനെ നശിപ്പിക്കാതെ അതിന് ഓവർഗ്രോ ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഈ ടോക്സിൻസ്, ഇപ്പം ഗ്ലൂക്കോസ് ഒരു ടോക്സിൻ പോലെയാണ്. അപ്പൊ ഇങ്ങനെ ഗ്ലൂക്കോസും കൊളസ്ട്രോളും എല്ലാം കൂടുന്നതനുസരിച്ച് അതൊരു ടോക്സിൻ പോലെയാണ്. അപ്പൊ അത് നമ്മുടെ ഡി എൻ എയിലാണ്, അതായത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിന് ഡാമേജ് ഉണ്ടാക്കും. ആ ജനറ്റിക് മെറ്റീരിയലിന് ഡാമേജ് ഒരു പരിധി വിട്ട് കഴിയുമ്പോഴാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതെല്ലാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ രോഗങ്ങളും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തിക്കാനുള്ള ശേഷി കുറയുന്നതാണ്. അതിന്റെ ആ ഡിഫൻസും പ്രിപ്പയറും അത് കറക്റ്റ് ആക്കിക്കൊണ്ട് പോകണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ നമുക്ക് അവരുടെ റീസണും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി, കറക്റ്റ് ഡയറക്ഷനും കൊടുക്കാനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന് വീക്ക് വരുമ്പോൾ 8th ഡേ വരുമ്പോഴേക്കും തന്നെ അവർ നല്ല ആശ്വാസം പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോഡിയിൽ ഒരു 7 days കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്ന പല സെൽസും മാറി പുതിയത് വരും. അപ്പോൾ അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്തു. അവർക്ക് വേണ്ട ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടത് പുതിയ സെല്ലിനെ ഉണ്ടാക്കാനാണ്. അവർക്ക് ന്യൂട്രീഷൻ വേണം. അവരുടെ ടോക്സിൻസ് ഇല്ലാതിരുന്നാലേ അവർക്ക് അതിൽ ഫോക്കസ് ചെയ്യാനും പറ്റുള്ളൂ. അതിനൊരു സാഹചര്യം കൊടുത്താൽ വിതിൻ എ വീക്ക് അവർ കറക്റ്റായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഒത്തിരി ആശ്വാസം, എല്ലാം വന്നിട്ടുണ്ടാകണമെന്നില്ല. ഒരു 15 days ആകുമ്പോഴേക്കും ഒരു നല്ല ഇത് വന്നിട്ടുണ്ടാകും. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ കറക്റ്റായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തോ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാത്ത കിടക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. അപ്പം ബേസിക്കലി പേഷ്യൻ്റ് അതിനുള്ള പേഷ്യൻസ്, അതായത് നമുക്കൊരു ശ്രമിക്കാനുള്ള അത് കൂടെ നിന്നല്ലാതെ എല്ലാത്തിനും നമ്മളൊരു കുറ്റം കണ്ടുപിടിക്കുന്നത് പോലെ നോക്കിയിട്ട് കാര്യമില്ല. അവനവൻ്റെ ബോഡിയെ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. ബേസിക്കലി ഓരോരുത്തരുടെയും ബോഡിയെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. നമ്മളിപ്പം പലർക്കും പല കഴിവുകളോടെയാണ്. ഇപ്പം ചിലർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് 6 feet ഹൈറ്റും ഒരു കളറും, ഇപ്പം നമ്മളെല്ലാവരും കൂടുതൽ വെളുപ്പാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുപോലെ എന്താ ഗോതമ്പ് നിറവും ഒക്കെ ആയിട്ട് വരും. ചിലർ കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും, കുറച്ചുകൂടെ ഷോർട്ട് ആയിരിക്കും. അപ്പൊ ഉള്ളതിന് നമുക്ക് കിട്ടിയ നമ്മൾ ബോഡിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അതിൽ ഹാപ്പി ആകുക. അത്രേ ഉണ്ടല്ലോ. എത്രയോ പേരുണ്ട് അതുപോലും ഇല്ലാത്ത, അല്ലെ എത്രയോ പേരുണ്ട് എല്ലാം ഉണ്ടായിട്ട് വന്നിട്ടും ആക്സിഡന്റിലൊക്കെ കാലും കയ്യും ഒക്കെ നഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തിനാണെങ്കിൽ ഒരു ബ്യൂട്ടി ഉണ്ട്. അതിൽ നമ്മൾ നമുക്ക് കിട്ടിയ ബോഡി അതിൽ വെച്ചാണ് നമ്മൾ ഈ ലൈഫ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതിനെ എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കാതെ ഇപ്പൊ ജെനറ്റിക്സ് കിട്ടിയിരിക്കുന്ന, ചിലപ്പോൾ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിരിക്കും, അമ്മയുടെ ഡയബറ്റീസിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാകും, അതിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓർ ഫാമിലിയിൽ മെന്റൽ ഡിസീസ് ഉണ്ടാവും, സ്കിസോഫ്രീനിയ ഉണ്ടാവും, അത് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിയിട്ടുണ്ടാകാം. അതനുസരിച്ച് അത് നമ്മൾ ജെനറ്റിക് ടെസ്റ്റ് പോലും നോക്കേണ്ട കാര്യമില്ല. നമുക്കറിയാലോ നമ്മളുടെ അങ്കിളും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ബ്രദേഴ്സും സിസ്റ്റേഴ്സും എന്താണെന്ന് നമുക്കറിയാലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുക. നമുക്ക് ഉള്ളതിൽ തൃപ്തി ഉണ്ടാകുക. അതിനെ കിട്ടിയ ശരീരത്തെ എങ്ങനെ നന്നാക്കി ഏറ്റവും നന്നായിട്ട് പരിപാലിക്കാമെന്ന് നോക്കുക. അത് വെച്ച് നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ അത്ര നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കാനും സിമ്പിളായിട്ട് അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും തുടങ്ങുവാണെങ്കിൽ ഹെൽത്ത് എന്ന് മാത്രമല്ല മെന്റൽ ഫിസിക്കൽ ഹെൽത്തും എല്ലാം നമുക്ക് ഓക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിലും നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആയാൽ നമ്മൾ ഒരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷമാണല്ലോ. ആ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിൽ ഹാപ്പി ആകാനും ആ ഉള്ളതിനെ പരിപാലിച്ചു കൊണ്ടുപോകാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും കാര്യം പറയുമ്പോൾ ഈ കൊളസ്ട്രോളിനും ട്രൈഗ്ലിസറൈഡിനും വേറെ വേറെ ആയിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചോ കഴിക്കുന്ന പല മേജർ മരുന്നുകളും കിഡ്നിയുടെ ഫങ്ഷനെ ഹാം ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനോ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനോ നോക്കുന്ന ഒരാൾ കിഡ്നിയുടെ ഫങ്ഷനിൽ അത് ഹാം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് അത് മുമ്പോട്ട് പോവുക? ഏത് മരുന്നൊന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. ഏത് മരുന്നാണേലും
കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കാം, ലിവറിന് പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മരുന്നില്ലാതെ ജീവിക്കാൻ പഠിക്കണമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കിഡ്നി ഫംഗ്ഷൻ ഇപ്പൊ GFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പോലും പലർക്കും അറിയത്തില്ല. അപ്പം ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒക്കെ കുറച്ചുകൂടെ ആൾക്കാർ അവെയർ ആയി വരുന്നത്. നമുക്ക് കിഡ്നി ഫംഗ്ഷൻ നമുക്ക് നേരത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമാണ് ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ, യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ആക്ച്വലി നമ്മൾ യൂറിക് ആസിഡ് വേണമെന്നും പറഞ്ഞുകൊണ്ട് വേറെ എടുത്ത് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് ഈ ഫവോക്സിഡിൽ നിന്ന് മരുന്ന് കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആവശ്യമില്ലാത്തതാണ്. അതൊരു കിഡ്നിക്ക് എക്സസ് ഉള്ള യൂറിക് ആസിഡിനെ കളയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ യൂറിക് ആസിഡ് ഉള്ളവർ ആദ്യം നോക്കേണ്ടത് കിഡ്നി ഫംഗ്ഷനാണ്. കിഡ്നി ഫംഗ്ഷനിൽ GFR ആണ് നമ്മൾ നോക്കേണ്ടത്. GFR കൊച്ചു പിള്ളേരിലൊക്കെ ആണെങ്കിൽ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 100ന് മുകളിൽ നിൽക്കണം. നമ്മൾ 90ക്ക് താഴെ വരുമ്പോഴാണ് ഫെയിലിയർ ആയിട്ട് അതായത് കിഡ്നിക്ക് ഇത് വരുന്നത്. പക്ഷെ കൊച്ചു പിള്ളേർക്കൊക്കെ പലപ്പോഴും 100ന് മുകളിൽ നിൽക്കേണ്ടതാണത്. ഈവൻ വെരി യങ് ആയിട്ടുള്ളവർ. അപ്പൊ ആർക്കാണേലും 90ന് താഴെ GFR പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കെയർഫുൾ ആവണം. കാരണം ചിലരുടെ പിന്നെ കുറയാൻ തുടങ്ങുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കുറയുന്നുള്ളതാണ്. അപ്പൊ നേരത്തെയാണ് അത് grade 5 റീനൽ ഫെയിലിയർ, അതായത് GFR ലെസ് ദാൻ 15 വന്നു കഴിയുമ്പോഴാണ് grade 5 എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ, അതിനകത്തുള്ള ഫംഗ്ഷനിങ് യൂണിറ്റ് ഉണ്ട് നെഫ്രോൺസ്, അതിന്റെ നമ്പർ അത്ര കുറഞ്ഞു പോയിട്ടുണ്ടാവും. അത്ര കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതേസമയത്ത് നമ്മൾ ഒരു GFR ഒരു 60ന് മുകളിൽ ഒരു 50, 60, 70 ഒക്കെ ഉള്ളപ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ മുകളിലോട്ട് ചിലരുടെതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ തന്നെ പറ്റും. ചിലർ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും പിന്നെ താഴെ പോകാതെ നമുക്ക് നോക്കാം, സൂക്ഷിക്കാം. ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ സ്കാനിങ്ങും അതുപോലെ ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. പിന്നെ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഫുഡ് കഴിക്കുക. ഈ കിഡ്നിക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഫുഡ് ഏതാ ചേരാത്തത് ഏതാന്ന് കണ്ടുപിടിക്കുക. അപ്പൊ അതനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയുടേത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. യൂഷ്വലി കിഡ്നി ഫെയിലിയറിലേക്ക് പോയി കഴിയുന്നവർക്ക് കൊളസ്ട്രോൾ ഒക്കെ ഒത്തിരി കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മെറ്റബോളിസം തെറ്റുകയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ കിഡ്നിക്ക് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ശരിയാതെ വരും. അപ്പം മിനറലോ കോർട്ടിക്കോയിഡിന്റെ ഫങ്ഷൻസ് തെറ്റും. അപ്പം മിനറലിന്റെ അളവ് തെറ്റും. അങ്ങനെ എല്ലാ തരത്തിലുള്ള പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് കിഡ്നി ഫെയിലിയറിൽ പോകുന്നവരുടെ കൊളസ്ട്രോളും കിഡ്നി ഫംഗ്ഷനും കിഡ്നിയുടെ ഫംഗ്ഷനും കൊളസ്ട്രോളിന്റെ ലെവലുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഫംഗ്ഷനും, തൈറോയിഡ് ഹോർമോൺ തൈറോക്സിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പം പലപ്പോഴും ഈ തൈറോക്സിനൊക്കെ നിസ്സാര മരുന്ന് വിലയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് അത് ഉള്ളവർക്ക് ട്രൈഗ്ലിസറൈഡും അത് കൊളസ്ട്രോളും അത് കൂടാൻ ചാൻസ് ഉണ്ട്. കൂടിയായിരിക്കും മിക്കവർക്കും പേരിൽ അവർക്ക് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാതെ അവർക്ക് നോർമൽ ആകുകയില്ല. കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ച് നോർമലാക്കി നിർത്തി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു മരുന്ന് നിർത്തുന്നുണ്ടെന്ന് പലരും പറയുന്നൊരിതാണ്. പക്ഷെ അത് നമ്മൾ കാര്യമില്ല. അങ്ങനെ കാര്യമില്ല എന്നല്ല, കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മരുന്നില്ലാതെ കൊളസ്ട്രോൾ കൺട്രോളാക്കി നിർത്തിയാലേ നമുക്കൊരു ആരോഗ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ രോഗിയല്ലെന്ന് പറയുള്ളൂ. നമ്മൾ മരുന്ന് കഴിച്ച് ആ പ്രഷർ കൺട്രോൾ ചെയ്താലും നമുക്കൊരു സ്ട്രെസ് വരുമ്പോഴേക്കും അതങ്ങ് ഷൂട്ടപ്പ് ചെയ്യും. അതൊരു കൺട്രോൾ എന്ന് പറഞ്ഞാലും ശരിക്കുള്ള കൺട്രോളൊന്നും കിട്ടുകയില്ല. കൊളസ്ട്രോൾ ആണെങ്കിലും ഒരു സ്ട്രെസ് ലെവൽ വരുമ്പോൾ എത്ര മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് കൂടിപ്പോകും. അപ്പൊ സ്ട്രെസ് കൺട്രോൾ ചെയ്യലും ഇതെല്ലാം ഒരു പാർട്ടായിട്ട് പോയാലേ ശരിക്കുള്ള ഒരു ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മളിപ്പം കിഡ്നി ലിവറും എന്ത് മരുന്നും നമുക്ക് കിഡ്നിക്കും ലിവറിനും ദോഷം ചെയ്യാം. ഈവൻ പല മരുന്നുകളും നമ്മുടെ കാഴ്ചയ്ക്ക് തന്നെ ദോഷം ചെയ്യാം. ഈ പല ഇമ്യൂണോസപ്രസൻസ് ആയിട്ട് എടുക്കുന്ന മരുന്നുകൾ നമ്മളിപ്പം ഈ ആർത്രൈറ്റിസ് ഒക്കെ പോലെയുള്ളതിന് കണ്ടിന്യൂസ് ആയിട്ട് HCQ എന്നൊക്കെ ഉള്ള മരുന്നുണ്ടല്ലോ, അത് ഈവൻ കാഴ്ചയെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇടയ്ക്ക് കണ്ണിന്റെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊരു മസ്റ്റാണ്. ഈവൻ ചെവിയെ എഫക്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് മറ്റുള്ള ന്യൂറോപ്പതി വരുന്നത് പോലെ തന്നെയാണ് ഈ കേൾവി കുറഞ്ഞു പോകുന്നത്. കേൾവിയെ ബാധിച്ച് കണ്ണിന് കാഴ്ച കുറയാം, കേൾവിയുടെ ഇത് കുറയാം, ഈവൻ ടേസ്റ്റും സ്മെല്ലും കുറയാം. അങ്ങനെ നമ്മളിപ്പോൾ ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ ഒന്ന് മാത്രമല്ല, അതിപ്പോൾ ആരും
ചെവി കേൾവി കുറയുന്നതിന് ഒരു ന്യൂറോപ്പതി ആയിട്ട് പറയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഡയബറ്റിക് പേഷ്യൻസിനും ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസിനും ചെവിയുടെ കേൾവി കുറയുന്നു. അതാ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ ഡയബറ്റീസ് കൊണ്ടോ വരുന്ന നെർവ്സിനും ആ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്ന് നെർവ്സിന് ഡാമേജ് വരുന്നുണ്ടാവും. കണ്ണിന് കാഴ്ച കുറയുന്നതും അതുകൊണ്ട് തന്നെ. അതുപോലെ ഫുഡ് അൾസർ വരുന്നതാണേലും ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കും അങ്ങനെയാണല്ലോ. പെരിഫറൽ ന്യൂറോപ്പതിയും വരും, വാസ്കുലോപ്പതി വരും. പെരിഫറൽ വാസ്കുലൈറ്റിസ്, വാസ്കുലോപ്പതി വന്നിട്ടാണ് ഈ മറ്റേ കാല് ഇങ്ങനെ നീല നിറമൊക്കെ വന്ന് അൾസർ പോലെ വന്നിട്ട് വിരലൊക്കെ മുറിച്ച് കളയേണ്ടി വരുന്നവരുണ്ടല്ലോ. അത് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നത് കൊണ്ട് വരുന്നതാണ്. അത് കൊളസ്ട്രോളിനും വരാം, ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് വരാം. ഈ അതായത് ഈ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഹാർട്ടിന്റെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വന്ന് കൊഴുപ്പടിഞ്ഞ്, കൊളസ്ട്രോൾ മാത്രമല്ല കൊഴുപ്പ് അടിയുന്നുണ്ട് അവിടെ. ആ കൊഴുപ്പടിഞ്ഞ് അതിനാണ് ആത്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഈ ആത്രോസ്ക്ലിറോസിസ് വന്നാണ് നമ്മൾ ഈ ബ്ലോക്ക് വരുന്നത്. അതിനാണ് നമ്മളിപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ സ്റ്റെന്റ് ഇടുന്നത്. സ്റ്റെന്റ് ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ കൊഴുപ്പിനെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്കാക്കി കളയുന്നേ ഉള്ളൂ. അതിനെ എടുത്തൊന്നും നമ്മൾ കളയുന്നില്ല. അതുപോലെ തന്നെ ബൈപ്പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ കൊഴുപ്പും ആത്രോസ്ക്ലിറോസിസും ഒക്കെ അവിടെ തന്നെ വെച്ച് നമ്മുടെ ചെസ്റ്റ് വാളിൽ നിന്നുള്ള രക്തക്കുഴലിനെ എടുത്ത് ബൈപ്പാസ് ചെയ്ത് ഹാർട്ടിന്റെ അങ്ങോട്ട് കൊടുക്കും, അല്ലെ കാലിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നില്ല. പ്രോബ്ലംസ് ശരിക്കും നമ്മൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ മൊത്തമായിട്ടുള്ള കൊഴുപ്പ് പോകണം. ആ മൊത്തമായിട്ട് കൊഴുപ്പ് പോകുന്നത് ഇപ്പം 80 കിലോ, ശരിക്കും അയാൾക്ക് 60 കിലോ മതിയായിരിക്കും, അയാൾക്ക് 80 കിലോ ഉണ്ടാവും. അപ്പൊ ആ 20 kg കൊഴുപ്പ് മൊത്തമായിട്ട് കുറയുമ്പോൾ ആ രക്തക്കുഴലിൽ ഒഴിഞ്ഞിരിക്കുന്ന കൊഴുപ്പും പോകും. പിന്നെ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷനെ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് ന്യൂട്രിയൻ കൊടുത്ത് ഉള്ള രക്തക്കുഴലുകളെ റിപ്പയർ ചെയ്തെടുക്കാനും നമ്മുടെ ബോഡിക്ക് തന്നെ പുതിയ രക്തക്കുഴലുകളെ ആണെങ്കിലും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പ്രൊവൈഡഡ് നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കണം. അപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യലി നമ്മൾ ഹാർട്ട് സർജറി ചെയ്ത് ബൈപ്പാസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡി തന്നെ പുതിയതുണ്ടാക്കും. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ചിലരോട് ബൈപ്പാസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ബൈപ്പാസ് ചെയ്തില്ല, അല്ലെ സ്റ്റെന്റ് ഇടണമെന്ന് പറഞ്ഞ് ചെയ്തില്ല, അല്ലെ ആൻജിയോഗ്രാം തന്നെ നോക്കണമെന്ന് പറഞ്ഞ് അവർ ചെയ്തില്ല. പക്ഷെ അവർ പിന്നെയും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അറ്റാക്ക് വന്നാലും അവിടെ ഡാമേജ് വന്ന രക്തക്കുഴലിന് പകരം പുതിയ രക്തക്കുഴലിന് നാച്ചുറലി ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. നമ്മളുടെ ബോഡിക്കുള്ള കഴിവിനനുസരിച്ച് അതിൻ്റെ ഇത്രയും വലിയൊരു ബൈപ്പാസ് സർജറിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് തന്നെ പൊളർന്ന് ഈവൻ ദ ബോൺ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഹാർട്ടിന്റെ പെരിക്കാർഡിയം തുറന്ന് അതിനകത്ത് പോയി സർജറി ചെയ്ത് കാലയിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്ത് ഇത്രയും ഒരു മെസ്സി കാര്യമാണ് ചെയ്യുന്നത്. അത്രയും ചെയ്യാൻ പറ്റുന്ന ബോഡിക്ക് അതിൽ എന്ത് സിമ്പിളാ. ആ 1-2 ബ്ലോക്ക് ഉള്ളിടത്തെ ആ കൊഴുപ്പ് ഒന്ന് മാറ്റി ഇത്രയും വലിയ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇത്രയും വലിയ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ, ഇത്രയും വലിയ മുറിവിനെ ഹീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് ഇസ് മച്ച് സിമ്പിളർ എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാനും അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാനും ഉള്ള ഒരു നമ്മൾ ആ സയന്റിഫിക് നോളജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം ഇപ്പം നമ്മളുടെ ആ സിസ്റ്റം വേറൊരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ പലപ്പോഴും പേഷ്യൻസ് പറയും, ഇപ്പൊ ഇന്നലെ ഒരു പേഷ്യന്റ് പറയുമായിരുന്നു, അദ്ദേഹം വൈഫാണെങ്കിൽ വെരി ഹൈ പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ തന്നെയാണ്. ഹസ്ബൻഡിന്റെ നിർബന്ധം കൊണ്ടാണ് അവരോട് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു അവർ ഈ ട്രീറ്റ്മെന്റിന് വന്നിരിക്കുക. അപ്പം അവർ പറയും, ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ കൂടിയാണ് ഡോക്ടറെ, എല്ലാവരും ഭയങ്കര പ്രഷറാണ്, എല്ലാവരും പറയുന്നത് ബൈപ്പാസ് ചെയ്യണമെന്നാണ്. അപ്പം ബൈപ്പാസ് ഇപ്പം അദ്ദേഹം പക്ഷെ ഒരു 9 months മുമ്പേ പറഞ്ഞാണ് കേട്ടോ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 9 months വെയിറ്റ് ചെയ്തു. ഇപ്പോഴാണ് അപ്പം ബാക്കിയുള്ളവരുടെ എല്ലാം റെസിസ്റ്റൻസും ഓവർകം ചെയ്ത് ഇപ്പോഴാണ് ലൈഫ് സ്റ്റൈൽ ഇതിലെ അപ്പം വേഗം എന്തേലും പറ്റുമോ വേഗം പോയിപ്പം ശരിക്കും ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനോ ഒരു കോംപ്ലിക്കേഷനിൽ പോകാനോ സാധ്യതയുള്ളത് ഒരു ബൈപ്പാസ് സർജറിയുടെ സമയത്താണ്. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. ഓൾറെഡി ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾക്ക് ഇത്രയും മേജർ ഒരു സർജറി ചെയ്യാം. പിന്നെ ഇതൊന്നും ഇല്ലാതെ 9 മാസം അവർ വെയിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് 1 month കൊണ്ട് നമുക്കറിയാം. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ മറ്റേ കുറച്ചൊരു ശ്വാസം മുട്ടൽ വരും, അല്ലെങ്കിൽ ചെറിയ അഞ്ചൈന എന്ന് പറയും. അതായത് നമ്മൾ കുറച്ചൊരു എഫേർട്ട് അഞ്ചൈന ഉണ്ട്, ശരിക്കും ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പാണ്.
പക്ഷെ നമുക്കത് റിപ്പയർ ചെയ്താൽ 1 മാസം കൊണ്ട് അറിയാം എന്തൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നു എന്നുള്ളത്. കാർഡിയാക് പേഷ്യൻസിന് ഈ ബൈപ്പാസും ഒക്കെ ശരിക്കും ബൈപ്പാസ് ഒക്കെ വേണ്ടി വരുന്നത്, അല്ലെ സ്റ്റെന്റ് ഇട്ടാൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നവര് നമുക്കൊരു കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ വരിക, അല്ലെങ്കിൽ നമ്മളൊരു കുളിക്കുമ്പോൾ തന്നെ തടയ്ക്ക് വേദന വരിക, അല്ലെങ്കിൽ ഈ അഞ്ചൈന പെയിൻ തോന്നുക, അങ്ങനെയുള്ളവർക്കാണ് ഈ ബൈപ്പാസ് അല്ല സ്റ്റെന്റ് കൊണ്ട്. അതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. ഇപ്പം റീസെന്റ് ഒരു ലാർജ് ആൾക്കാർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി വന്നിരിക്കുന്നതിനകത്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. പക്ഷെ അടുത്തൊരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസിയോ ബൈപ്പാസോ സ്റ്റെന്റോ കൂട്ടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അത് നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് കൂട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ, അത് കഴിഞ്ഞാൽ എത്രയോ പെയിനും എല്ലാം ബുദ്ധിമുട്ടിക്കൂടെ നമ്മൾ കടന്നു പോകണം. അതിലെന്താ കാര്യം ഇരിക്കുന്നത്? അതിലും സിമ്പിളായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് വിതിൻ എ മന്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. യൂഷ്വലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇവരൊക്കെ തന്നെ ഡയബറ്റിക് ആയിരിക്കും, അല്ലെ BP ഉണ്ടാവും, അല്ലെ കൊളസ്ട്രോൾ ഉണ്ടാവും. ഇതൊക്കെ കുറയുന്നത് നമുക്ക് ടെസ്റ്റ് വഴി തന്നെ കാണാമല്ലോ. യൂഷ്വലി വിതിൻ എ മന്ത് നമുക്ക് എല്ലാ മരുന്നില്ലാതെ തന്നെ പ്രഷറും ഷുഗറും ഒക്കെ കൺട്രോൾ ആക്കാൻ പറ്റും. അതിൻ്റെ കൂടെ എക്സസ് വെയിറ്റ് കൂടുതലില്ല തന്നെ കൊഴുപ്പുണ്ടാവും. ആ കൊഴുപ്പും കൂടെ കുറയുമ്പോൾ നമുക്ക് ഈ 10 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ വരുന്നവർക്ക് 10 സ്റ്റെപ്പ് കയറുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നില്ലെങ്കിൽ, അല്ലെ 10 സ്റ്റെപ്പ് വരെ കുഴപ്പമില്ലാതെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ അറിയാമല്ലോ. അത് അവനവൻ്റെ ആ എക്സസൈസ് ടോളറൻസ് സെൽഫ് അസസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പിന്നെ നമ്മൾ ഒരു ആൻജിയോഗ്രാമോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ എക്സസൈസ് ടോളറൻസ് എത്ര കൂടിയെന്ന് അറിയാൻ വേണമെങ്കിൽ ഒരു TMT ചെയ്യുകയോ, പിന്നെ ഇപ്പോൾ ഉണ്ട് ഒരു CIMT എന്നും പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ബ്ലഡിൽ ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്, ട്രോപ്പോണിൻ, പിന്നെ HSCRP, കൊളസ്ട്രോളും ലൈപ്പിഡ് പ്രൊഫൈലും തന്നെ ഒരു കാർഡിയാക് മാർക്കറാണ്. അത്തരം ടെസ്റ്റുകൾ ചെയ്ത് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ കൊളസ്ട്രോള് നമ്മൾ വരുന്നത് പിന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെയാണ്. കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് BP കൂടും. BPയുടെ കൂടെ പിന്നെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കും ആണല്ലോ നമ്മൾ ഫിയർ വരുന്നത്. പിന്നെ ഒപ്പം തന്നെ കിഡ്നി ഫെയിലിയർ, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ലിവർ ഫെയിലിയർ, ഇതൊക്കെയാണ് നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്കറിയാം നമ്മളുടെ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആവുന്നുണ്ടോയെന്ന്. കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മരുന്നില്ലാതെ ജീവിക്കുന്നതല്ലേ ബെറ്റർ എന്നുള്ളതാണ്. മരുന്ന് കഴിക്കുന്ന ആൾ എപ്പോഴും രോഗിയാണ്. മരുന്നില്ലാതെ ഇതെല്ലാം കറക്റ്റായിട്ട് പോയാലേ നമ്മൾ രോഗമില്ലെന്നുള്ള നിലയിൽ എത്തുന്നുള്ളൂ. നമ്മുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.